യെസ്. അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എങ്ങനെ പോകുന്നു? കുറെ പേർക്ക് ക്ലാസ് തുടങ്ങി, കുറെ പേർക്ക് ക്ലാസ് തുടങ്ങിയിട്ടില്ല, വെക്കേഷനാണ്. എന്തൊക്കെയുണ്ട് പരിപാടികൾ, എങ്ങനെ പോകുന്നു? ആരെ വിളിക്കാം? യെസ്, നമുക്കാരെ വിളിക്കാം? റെനീറ്റ. യെസ്, റെനീറ്റയോട് ഞാൻ ഇന്നലെയും സംസാരിച്ചു തോന്നുന്നു, കഴിഞ്ഞ ക്ലാസ്സിലും സംസാരിച്ചു തോന്നുന്നു. ഓക്കെ, റാൻഡംലി ഒരാളെ വിളിച്ചതാണ് കേട്ടോ. ഓക്കെ, റെനീറ്റ എന്തൊക്കെയുണ്ട്? അബ്രോഡ് അല്ലേ മോള്? അബ്രോഡിന്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ആണോ? യെസ്, ക്ലാസ്സസ് തുടങ്ങി എന്നാണ് പറഞ്ഞത് അല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്ലാസ്സസ് തുടങ്ങി, ഒരു ചാപ്റ്ററോളം മറ്റോ കഴിഞ്ഞു, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. കണ്ടോ എൻ്റെ ഓർമ്മ? എൻ്റെ ബുദ്ധി വിമാനം തന്നെ. ഓക്കെ, എനിവേ എങ്ങനെ പോകുന്നു മൊത്തത്തിൽ? രണ്ടാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലേ, എങ്ങനെ ഉണ്ടത്? കുറെ ന്യൂമറിക്കൽസ് ഒക്കെ ഉണ്ട് അല്ലേ? യെസ്, അതാണ് നിങ്ങൾ മുമ്പേ കണ്ട കെമിസ്ട്രിയും ഇനി കാണാൻ പോകുന്ന കെമിസ്ട്രിയും നമ്മളെ വ്യത്യാസം. ന്യൂമറിക്കൽസ് വരും, അതും ഫിസിക്സിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ന്യൂമറിക്കൽസ് ആണ് നമ്മുടെ. നമുക്ക് അത്യാവശ്യം നല്ല ലെവലുള്ള ന്യൂമറിക്കൽസ് വരും, പക്ഷെ ഒന്നുമില്ല, രസമാണ്. എന്താ പറയുക, സ്ട്രക്ചർ ഓഫ് ആറ്റം ചാപ്റ്റർ ശരിക്കും ഒരു കോർ ചാപ്റ്ററാണ് കേട്ടോ. വൃത്തിയായിട്ട് പഠിച്ചോളൂ. ലൈക്ക് നമുക്ക് ക്ലാസ്സിലെടുക്കുമ്പോൾ പറയാം, നിങ്ങൾക്ക് ഭാവിയിലോട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കെമിസ്ട്രിയുടെ ഏറ്റവും ബേസിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇത്, ഈ പറയുന്ന സ്ട്രക്ചർ ഓഫ് ആറ്റം, അതുപോലെ കെമിക്കൽ ബോണ്ടിങ്ങും. രണ്ട് ചാപ്റ്റേഴ്സ് ഭയങ്കര കോറാണ്. +1 ടോപ്പിക്സ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കഥ പോലെ പറഞ്ഞിരുന്നു അല്ലേ? +1 ടോപ്പിക്സിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ കെമിസ്ട്രി ഏത് രീതിയിൽ പഠിച്ചാലും, ഇപ്പോൾ നിങ്ങൾ ഫാർമസ്യൂട്ടി അല്ലെങ്കിൽ എന്താ ഫാർമക്കോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കോഴ്സസ് എടുത്താലും, മെഡിസിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് കോഴ്സ് എടുത്താലും, അല്ലെങ്കിൽ ഈ പറയുന്ന കെമിസ്ട്രിയുടെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന UG കെമിസ്ട്രിയോ, കെമിസ്ട്രിയുള്ള ഏത് സാധനം പഠിച്ചാലും അതിൻ്റെ എല്ലാം ബേസിസ് വരാൻ പോകുന്നത് +1 കെമിക്കൽ ബോണ്ടിങ്ങും സ്ട്രക്ചർ ഓഫ് ആറ്റവും പോലെയുള്ള ചില ഏരിയാസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ബേസിക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ദെൻ ഓർഗാനിക് കെമിസ്ട്രിയും നമ്മൾ ഇവിടെയാണ് തുടങ്ങുക. ഓക്കെ, പിന്നെ മൊത്തത്തിൽ എങ്ങനെയുണ്ട് വേറെ സ്കൂളും ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു റെനിറ്റ? ഇപ്പൊ ഓൺലൈൻ ആണല്ലേ? ഓക്കെ, ഓൺലൈൻ ആകുമ്പോൾ ബോറടിക്കില്ലേ? എത്ര നേരം ഉണ്ട് ക്ലാസ്? 8 to 2 o'clock. ഓക്കെ, അപ്പോൾ ഒരു 4 hours or 5 hours ഉണ്ട്. എന്നാലും ബോറടിക്കില്ലേ? പിന്നെ പ്രത്യേകിച്ച് ഓൺലൈൻ ആകുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, ടീച്ചേഴ്സ് ഇങ്ങനെ ഒരു വീഡിയോ ഓൺ ചെയ്യണോ ക്ലാസ്സിൽ? വീഡിയോ ഓൺ ചെയ്തിരിക്കണം. ഓക്കെ, യൂണിഫോം ഒക്കെ ഇട്ടിരിക്കണോ അതോ നോർമൽ നിങ്ങളുടെ സിവിൽ ഡ്രസ്സിൽ ഇരിക്കണോ, എന്താ? ഓക്കെ, യെസ്, അതാണ് നല്ലത് എന്നൊക്കെ. എന്നാലും യൂണിഫോം ഒക്കെ ഇട്ടിരിക്കണം, ഭയങ്കര ബാഡ് പരിപാടിയാണ്. സാരമില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെയാണ് റെനീറ്റയുടെ വിശേഷങ്ങൾ. പിന്നെ അടുത്ത ആളിലേക്ക് പോവാം. ആരാണ്? എന്താണ് ഒരു എനർജി ഇല്ലല്ലോ, എന്ത് പറ്റി? 10ാം ക്ലാസ്സിൽ കണ്ട നിങ്ങളെ അല്ലല്ലോ ഞാൻ +1 കാണുന്ന, ഒരു എനർജി ഇല്ല, എന്ത് പറ്റി? ആരാണത്? ആദിലേ? ആദി, യെസ്, ആദി മോനെ ഒന്ന് എനർജൈസ് ചെയ്ത് തന്നെ കാണട്ടെ. ഓക്കെ, ഗുഡ് ഈവനിങ്. യെസ്, ആ പറച്ചലിൽ എനിക്ക് എനർജി ഫീൽ ചെയ്തു, കൊള്ളാം. ഓക്കെ, അതിലെ ക്ലാസ് തുടങ്ങിയോടാ? ആദി, യെസ്, ക്ലാസ് തുടങ്ങിയിട്ടില്ല അല്ലേ? ഫൈൻ. ഏത് സ്ട്രീമാണ് കിട്ടി? ലൈക്ക് ബയോ വിത്ത് മാത്സ് ഏതാണ് കിട്ടിയാണ്? ബയോമാത്ത് ആണ് അല്ലേ? യെസ്, അബ്രോഡ് അല്ലേ മോൻ? അബ്രോഡ് അല്ലേ? ഓക്കെ, ഇപ്പൊ ഇന്ത്യയിലാണ്, അതായത് +1 +2 കണ്ടിന്യൂ ചെയ്യുന്നത് ഇന്ത്യയിലാണോ? അതുകൊണ്ടാണ് ക്ലാസ് തുടങ്ങാത്തത്. ഓക്കെ, അപ്പോൾ ഏതാ സ്കൂൾ സെലക്ട് ചെയ്തേനെ, ചൂസ് ചെയ്തേനെ? ക്രൈസ്റ്റ്. എവിടെയുള്ള ക്രൈസ്റ്റ്? ലൈക്ക് ഇവിടെ ഒരു ക്രൈസ്റ്റ് ഉണ്ട്, ട്രിവാൻഡ്രം ആണോ? എവിടെയാ ക്രൈസ്റ്റ്? എവിടെയാ? കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ. അപ്പം മോൻ ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഇപ്പം എവിടെയാ മോൻ്റെ സ്വദേശം? എവിടെയാ, സ്ഥലം എവിടെയാ? ആറ്റിങ്ങലാണ്. ഫൈൻ. ആറ്റിങ്ങൽ അടുത്ത് കഴക്കൂട്ടം ഭാഗത്തൊക്കെ ഉണ്ട് ക്രൈസ്റ്റ് ഉണ്ട്. കഴക്കൂട്ടത്താണോ? യെസ്, കഴക്കൂട്ടം, കണിയാപുരം, അങ്ങനെ എന്തെങ്കിലും സ്ഥലമാണോ? ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. ക്രൈസ്റ്റ് ഇൻ്റർനാഷണലിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളായിട്ട്, പല സമയത്തായിട്ട്. ഒരു 2022 ഒക്കെ സമയത്ത് ആ ഒരു ഓർമ്മയിൽ ചോദിച്ചതാണ്. കഴക്കൂട്ടം ഭാഗത്ത് ഒരെണ്ണമുണ്ട്, അവർക്ക് തന്നെ ചെറിയ ബ്രാഞ്ചസ് ഉണ്ട്. മെയിൻ ബ്രാഞ്ചസ് വരുന്നത് ഈ പറയുന്ന പ്രോപ്പർ ട്രിവാൻഡ്രത്താണ്, അതുകൊണ്ട് ചോദിച്ചത്. ഓക്കെ, യെസ്. അപ്പോൾ ക്ലാസ്സസ് തുടങ്ങിയിട്ടില്ല. ഇപ്പം എന്നാ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്? ജൂൺ ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ,
യെസ് എടാ സാറിന്റെ കൈ മൊത്തം എന്റെ സൗന്ദര്യത്തിലുള്ള അവന്റെ ആ കരുതൽ എനിക്ക് ഇഷ്ടമായി. ഓക്കെ, താങ്ക് യു എടാ. പക്ഷെ അത് എന്താ പറയാ, അത് എബിൻ സാറുടെ പ്രശ്നമാണ്. എബിൻ സാർ എന്റെ കളർ എന്നെ സുന്ദരനാക്കൂ. ഓക്കെ, എബിൻ സാർ വിചാരിച്ചാൽ എന്നെ സുന്ദരനാക്കാനും കാട്ടുമാക്കാനാക്കാനും ഒക്കെ പറ്റും മക്കളെ. അതിന്റെ കുഴപ്പമാണത്. ഓക്കെ, എബിൻ സാറിന് പണി അറിയില്ല മക്കളെ, അതിന്റെ കുഴപ്പമാണ്. ഓക്കെ, എന്നെ സുന്ദരനാക്കൂ, പിള്ളേരുടെ ഈ കമന്റിലോട്ട് എത്തിക്കരുത്. പക്ഷെ നിങ്ങൾ ഈ കാണുന്ന ടാനാണ് എന്റെ ശരിക്കുള്ള കളർ, അത് വേറെ കാര്യം. അതെ, ഓക്കെ, ഇത്രയും എബിൻ സാറിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും ഇത്രേ ആവുന്നുള്ളൂ എന്നാണ് എബിൻ സാർ പറയുന്നത്. വിഷമമായി. എടാ എന്റെ മൂഡ് പോയി. എന്നെ എനർജൈസ് ചെയ്യൂ. ആരെ വിളിക്കാം? വേഗാട്ടെ. എബിൻ സാർ സ്ലോ ആണ് മക്കളെ. ഓക്കെ, യെസ് മീന ഫാത്തിമ. മീന എന്തൊക്കെയുണ്ടടാ, എങ്ങനെ പോകുന്നു ക്ലാസ്സും കാര്യങ്ങളൊക്കെ? കേക്കട്ടെ. സുഖമായിരിക്കുന്നു. ഓക്കെ, ക്ലാസ് തുടങ്ങിയോ? ക്ലാസ് തുടങ്ങി. ഓക്കെ, എന്ത് തോന്നി? കുഴപ്പമില്ല. ആ കുഴപ്പമില്ല പറയുന്നതിൽ ഒരു കുഴപ്പമുണ്ടല്ലോ. ഇല്ല, ഓൺലൈൻ ക്ലാസ് ആയതിന്റെ പ്രശ്നമാണ്, അല്ലാതെ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സെറ്റ്. ഓക്കെ, പ്രശ്നം വന്നോളൂ, കുറച്ച് കുഴപ്പമില്ല. ക്ലാസ്സിൽ കയറി തുടങ്ങുമ്പോൾ ഫിസിക്സ് സ്റ്റാർട്ടിങ്ങിൽ കുഴപ്പമുണ്ടാവില്ല. യൂണിറ്റ്സ് മെഷർമെന്റ് പോവും. മോഷൻ സ്ട്രേറ്റ് ലൈൻ വരുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നം തോന്നും. ഓക്കെ, മോഷൻ പ്ലെയിൻ തുടങ്ങുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കയറിയ തുടങ്ങും. എന്താണത്? അതുപോലെ തന്നെയാണ് മാത്സ് സെറ്റ്സ് ഒക്കെ ഈസി ആയിട്ട് നമ്മൾ ഓടിച്ചാടി പോവും. ഓക്കെ, റിലേഷൻ ഫംഗ്ഷൻ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു കുഴപ്പമില്ല. കോംപ്ലക്സിലോട്ട് കിടക്കുമ്പോഴേക്കും നമ്മുടെ കിളിയൊക്കെ ഇങ്ങനെ പാടി തുടങ്ങും. ആ പാടിയ കിളി മൊത്തം സീരീസും എന്താ പറയാ സീക്വൻസ് ആൻഡ് സീരീസിലൊക്കെ എത്തുമ്പോഴേക്കും എല്ലാം കൂടി പൊക്കോളും. ഓക്കെ, പ്രാഗീതല്ല, പേടിപ്പിച്ചതല്ല, പക്ഷെ ഇതാണ് സത്യാവസ്ഥ. എന്നിരുന്നാലും എന്താ പറയാ, കമ്പാരിറ്റീവ്ലി എളുപ്പം കെമിസ്ട്രിയാണ്, അത് ഞാൻ സമ്മതിച്ചുതരാം. തമ്മിൽ ഭേദമുള്ള തൊമ്മനാണ്. അങ്ങനെ തോന്നിയോ? ഇല്ല. ഓക്കെ, തമ്മിൽ ഭേദമുള്ള തൊമ്മൻ എപ്പോഴും കെമിസ്ട്രിയാണ്. കെമിസ്ട്രി ബയോളജിയാണ് കുറച്ചുകൂടെ എളുപ്പം. ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചാൽ എളുപ്പമാണ് മോനെ. ഓക്കെ, യെസ്. മിനക്ക് എന്ത് തോന്നി ക്ലാസ് തുടങ്ങിയപ്പോ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. സം ബേസിക് കൺസെപ്റ്റ്സ് ആണോ തുടങ്ങിയത്? ഓക്കെ, ഫൈൻ. സെക്കൻഡ് ചാപ്റ്റർ ആണ്, സ്ട്രക്ചർ ഓഫ് ആറ്റം ആണോ തുടങ്ങി? ഫൈൻ. ഒരു കഥ പോലെയുള്ള ചാപ്റ്റർ ആണ്. ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞു. നമ്മളിവിടെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോണിൽ എത്തുമ്പോഴേക്കും അവരൊരു ചാപ്റ്റർ കഴിഞ്ഞു. ഈശ്വരാ, ഫാസ്റ്റാണ്. ഓക്കെ, ഭയങ്കര ഫാസ്റ്റായി പോയി. ഓക്കെ, യെസ്. എടാ, ക്ലാസ് തുടങ്ങാത്ത ആൾക്കാരൊന്നും ടാറ്റാന്നേ. ഈ പഠിപ്പിന്റെ വിശേഷം അല്ലാത്ത ബാക്കിയുള്ള വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ പേടിപ്പിക്കുന്നു ഞാൻ. യെസ്, അവരുടെ വിശേഷങ്ങൾ ഞാൻ കേൾക്കട്ടെ. യെസ്, ആരെ വിളിക്കാം? അൽഹാൻ. യെസ്, അൽഹാൻ നമ്മുടെ പഴയ ആളാണ് അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു ടെൻത്ത് ഒക്കെ സെറ്റ് ആയിരുന്നു? ഞാൻ മാർക്കൊന്നും ചോദിക്കുന്നില്ല, എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല അല്ലേ? യെസ്. ഇപ്പൊ ഏത് സ്ട്രീമാണ് കിട്ടിയത്? ബയോമാക്സ് ആണ് കിട്ടിയേക്കുന്നത്. വെരി ഗുഡ്. മാത്സ് വിത്ത് മാത്സ് ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. കൊള്ളാം. ഓക്കെ, അതേ സ്കൂളിൽ തന്നെയാണോ കണ്ടിന്യൂ ചെയ്യുന്നത്, അതോ? അതേ സ്കൂളിൽ തന്നെയാണ്. അപ്പൊ ഇപ്പൊ വെക്കേഷൻ ആണ്. ഈ വെക്കേഷൻ സമയത്ത് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കേൾക്കട്ടെ. സ്റ്റോറി ബുക്ക് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ TV കാണും. വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പാട്ട്, ഗിറ്റാർ, കരാട്ടെ. ഒരുത്തം ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. കേട്ടില്ല. എന്താടാ? പാട്ടും ഡാൻസും ആണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അല്ല ഇതൊക്കെ കേൾക്കുമെന്നാണോ അതോ എന്താ ഉദ്ദേശിച്ചത്? പാട്ട് കേൾക്കും, ഡാൻസ് വരുന്നത് കളിക്കും, അല്ലാതെ താൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എന്നോട് ചോദിക്കുന്നു. ഓക്കെ, സോറി, ഞാൻ പാട്ട് പാടുമോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതിലോട്ടാണ് ഞാൻ എത്തിയത്. പാട്ട് പാടും. യെസ്. അപ്പൊ ബ്രേക്കിന് ശേഷം നമുക്ക് പാട്ട് പാടാം. യെസ്. ഞാൻ അതാണ് ഞാൻ ഇങ്ങനെ ചൂണ്ടിയിടും. ഓക്കെ, അതിൽ കൊത്തരുത്, കൊത്തിയാൽ പണി കിട്ടുന്നൊക്കെ. യെസ്. എന്നാലും ഇന്ന് എനിക്ക് ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ ആരെങ്കിലും ഒരാൾ നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് ആലപിക്കണമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പാടുമായിരിക്കും അല്ലേ? പാടട്ടെ. ഓക്കെ, അൽഹാൻ വേണ്ട. അൽഹാൻ എന്നോട് പറഞ്ഞു പറ്റൂലെന്ന്. ഓക്കെ, നമ്മൾ ആരെയും നിർബന്ധിക്കാൻ പാടില്ലടാ. ഇപ്പൊ പറ്റില്ല. ഓക്കെ, യെസ്. പിന്നെ ഒരു ദിവസം പാടുമെന്നാണ് പറയുന്നത്. എടാ, ഞാൻ പാട്ട് പാടുന്നതേ മറ്റേ ഈ പ്രോഗ്രാംസിലൊക്കെ ഈ മറ്റേ ജനഗണമന പോലെയാണ്, അതായത് നാഷണൽ ആനന്ദം പാടുന്ന പോലെയാണ്. അത് അവസാനം പാടാം. അവസാനം പാടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അത് അങ്ങനെ അവസാനിച്ചോട്ടെ. അതുകൊണ്ട് വർഷത്തിന്റെ അവസാനം വേണ്ട, +2ന്റെ അവസാനം ഞാൻ പാടാം. ഓക്കെ, അത് മതി. ഓക്കെ, യെസ്. പിന്നെ തുടങ്ങാം എന്നാ.
എന്നെ കാണാൻ ഹർഷനെ പോലെ ഉണ്ട്. എനിക്ക് വയ്യ. എടാ അവൻ ആരാണ് അത് പറഞ്ഞത്? അവന് ഇന്നോട്ട് എല്ലാ ദിവസവും ഞാൻ ഫുൾ മാർക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, യെസ്, എഡിറ്റ് ചെയ്തതാണോ? ഓക്കെ, എടാ എന്നെ പറ്റിയുള്ള നല്ല കമന്റ്സ് ഒന്നും ഇബൻ സാർ എനിക്ക് കാണിച്ചു തരുന്നില്ല. അതിൽ എനിക്ക് പ്രതിഷേധിക്കണം. വാഴ ടു എനിക്ക് മനസ്സിലായടാ. ഓക്കെ, യെസ്, വാഴ ടു ഞാൻ കണ്ടിരുന്നു. കൊള്ളാം, എന്തായാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് ടാൻ അടിച്ചാലും കുഴപ്പമില്ല. യെസ്, ഓക്കെ മക്കളെ, ആ സന്തോഷത്തോടെ നമുക്ക് ക്ലാസ് തുടങ്ങാം. ബാ. ഓക്കെ, വാടാ. യെസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സാർ സ്ലൈഡിലോട്ട് പോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അയ്യോ, ആയുധം മറക്കുന്നില്ല. യെസ്, യെസ്, ആയുധം മാറിപ്പോയതാണ്. ഓക്കെ, യെസ്, നമ്മൾ മാറ്റർ എന്താണെന്ന് പറഞ്ഞു, മാറ്ററിന്റെ ഡിവിഷൻ പറഞ്ഞു അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഒരാറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺസ് പ്രസന്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇലക്ട്രോൺസിന്റെ കഥയും നമ്മൾ പറഞ്ഞു അല്ലെ. ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇ ആണ്. എന്താ പറയാ, ഡിസ്കവർ ചെയ്തത് ജെ തോംസൺ ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, എടാ എന്താ പറയാ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഗോൾഡ് സ്റ്റൈൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, നമ്മളത് പറയും. പക്ഷേ പ്രോട്ടോൺസ് എന്ന് പറയുന്ന പേര് കൊടുത്തത് ഈ പറയുന്ന റുദർഫോർഡ് ആണ്. അപ്പോൾ അങ്ങനെയും ഒരു ഡെഫിനേഷൻ ഉണ്ട്. കണ്ടുപിടിച്ചത് ആക്ച്വലി ഗോൾഡ് സ്റ്റൈൻ ആണ്. വാട്ട് എവർ, പ്രോട്ടോൺസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പ്രോട്ടോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. അവർക്ക് മാസ് ഉണ്ട്. ഒരു ഇലക്ട്രോണിന്റെ മാസിന്റെ 2000 ഇരട്ടിയാണ് ഒരു പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത്. ഒരു പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻⁻19 കൂളംബ് ആണ്. ഓക്കെ, ഇനി ന്യൂട്രോൺസ് പറഞ്ഞായിരുന്നു. ന്യൂട്രോൺസ് പറഞ്ഞെങ്കിൽ ടാറ്റാ പറഞ്ഞില്ല. പറഞ്ഞില്ല. ഓക്കെ, ഒരാളെ വിളിച്ച് ന്യൂട്രോൺസ് പറഞ്ഞു. ഞാൻ മറന്നുപോയിടാ. ഐൻസ്റ്റൈൻ അല്ലടാ, ഗോൾഡ്സ്റ്റൈൻ വേറെ സയന്റിസ്റ്റാ. ഓക്കെ, യെസ്, എടാ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായ ഒരാൾ ഒന്ന് റീസെന്റ് ചെയ്ത്. യെസ്, ആഷ്ലിൻ. യെസ്, ആഷ്ലിനെ ന്യൂട്രോൺ നമ്മൾ പറഞ്ഞായിരുന്നോ? ഇല്ല, ന്യൂട്രോൺ പറഞ്ഞില്ല. ഈശ്വര, പ്രോട്ടോൺ വരെ എത്തിയുള്ളൂ അല്ലേ. അന്ന് കുറെ വിശേഷമൊക്കെ പറഞ്ഞ് നമ്മുടെ സമയം പോയി. ഓക്കെ, യെസ്, കുഴപ്പമില്ല. ഇനി ന്യൂട്രോണിലോട്ട് പോകാൻ മക്കളെ. ഇന്നും നമ്മുടെ ബേസിക് ക്ലാസ് ആണ്. വളരെ കുഞ്ഞു കാര്യങ്ങളെ ഞാൻ പറയുള്ളൂ. പക്ഷേ കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഒരു സ്ഥലത്തെത്തും. ഇത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് നിങ്ങൾ പഠിക്കാത്ത സാധനമാണ്. പക്ഷേ സ്റ്റേറ്റ് സിലബസിൽ ഉള്ളതാണ്. അത് നമുക്ക് ആവശ്യമുണ്ട്. അത് മാത്രമല്ല, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ആവശ്യമുണ്ട്. ബട്ട് സ്റ്റിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന പുതിയൊരു കോൺസെപ്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അത് നമുക്ക് ആവശ്യമാണ് എല്ലാ ടോപ്പിക്സും പഠിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ പോട്ടെ, നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഇലക്ട്രോൺസ് പറഞ്ഞു, പ്രോട്ടോൺസ് പറഞ്ഞു. ഇനി അടുത്തതാണ് ന്യൂട്രോൺസ്. പേര് പറയുന്ന പോലെ തന്നെ അവരുടെ ചാർജ് എന്താ പറയടാ? ന്യൂട്രോൺസിന്റെ ചാർജ് ഏതാ? യെസ്, ആരെ വിളിക്കാം? യെസ്, ആൽവിനെയാണോ? ആൽവിന. യെസ്, ആൽവിന പറയടാ. ന്യൂട്രോൺസ് പേര് പറയുന്ന പോലെ എന്ത് ചാർജ്? ന്യൂട്രൽ ആണ്, അല്ലെങ്കിൽ ചാർജ്ലെസ് പാർട്ടിക്കിൾസ് ആണ്. അതെന്ന് പറയുന്നത് ന്യൂട്രോൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഓർമ്മ ഞാനൊന്ന് അളക്കട്ടെ. ന്യൂട്രോൺസ് കണ്ടുപിടിച്ചത് ആരാണെന്ന് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഇനി വൺ 9ാം ക്ലാസ്. യെസ്, പേര് ആദിദേവേ പറയടാ. ന്യൂട്രോൺസ് കണ്ടുപിടിച്ചത് ആരാ? ചാഡ്വിക് ആണ്. യെസ്, ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺസ് കണ്ടുപിടിച്ചത്. 1932 ഇയർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. Neutron is another subatomic particle discovered by James Chadwick in 1932. Subatomic particle എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താ, ആറ്റത്തിന്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിനെയാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ, യെസ്. ദെൻ ന്യൂട്രോൺസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എപ്പോഴും ആദ്യത്തെ ലെറ്റർ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. സോ സ്മോൾ ലെറ്റർ N വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ന്യൂട്രോൺസ് ന്യൂട്രൽ ആണ്. പക്ഷെ അതിന്റെ മാസ് എങ്ങനെയാ? ഇലക്ട്രോണിന്റെ അത്ര നെഗ്ലിജിബിൾ മാസുള്ള സബ്സ്റ്റൻസ് ആണോ, അതോ പ്രോട്ടോണിന്റെ അത്ര മാസ് ഉണ്ടോ, അതോ പ്രോട്ടോണിനേക്കാൾ മാസ് കൂടുതലാണോ? ഓർത്തെടുത്ത് പറയാവൂ. ഇതൊക്കെ 9ാം ക്ലാസ്സിലെ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഈക്വലാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളെ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഓർത്തെടുക്കാൻ ശ്രമിക്കും. ഓക്കെ, നമ്മുടെ ഒരു മെമ്മറി ഗെയിം പോലെ നമുക്കൊന്ന് യൂസ് ചെയ്യാം. യെസ്, ആരെ വിളിക്കാം? ഋഷിതേ പറയടാ. ന്യൂട്രോൺസിന്റെ ചാർജ് ഇല്ല എന്ന് പറഞ്ഞു. മാസ് ഇലക്ട്രോണിനെ പോലെ നെഗ്ലിജിബിൾ ആണോ, അതോ പ്രോട്ടോണിന്റെ അത്ര മാസ് ഉണ്ടോ? എന്ത് തോന്നുന്നു? പ്രോട്ടോണിന്റെ അത്ര മാസ് ഉണ്ട് അല്ലേ? യെസ്, വെരി ഗുഡ്. ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോണിന്റെ അത്ര തന്നെ മാസുള്ള സബ്സ്റ്റൻസ് ആണ്. നെഗ്ലിജിബിൾ മാസ് ഒന്നുമില്ല, അത്യാവശ്യം മാസുള്ള ഒരു പ്രോട്ടോണിന്റെ അത്രയും മാസുള്ള, അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിന്റെ അത്രയും ഹെവിയർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഒരു സബറ്റോമിക് പാർട്ടിക്കിൾ ആണ് ആരെന്ന് പറയുന്നത്? ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. ന്യൂട്രോൺസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ പാർട്ടിക്കിൾസ് ആൻഡ് ആർ
ആസ് ഹെവി ആസ് പ്രോട്ടോൺസ്. പ്രോട്ടോൺസിന്റെ അത്ര തന്നെ എന്താണ് ഈ പറയുന്ന മാസ് ഉണ്ട് ഈ സബ്സ്റ്റൻസിന്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതി വെച്ചേ. എഴുതടാ സൂരജ്, മനെ എഴുതടാ. സൂരജ് അല്ലേ അത്? യെസ്. എടാ ഇതിങ്ങനെ ഇരിക്കുന്ന സൂരജ്, മനെ നീ തന്നെ. ഓക്കെ, നോട്ട് എടുത്ത് എഴുതടാ. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും ഇതൊക്കെയും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. യെസ്, ഡൗട്ടാണോ? ചോദിച്ചോടാ. ആദ്യദേവ എന്ത് പറ്റി? ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എടാ ഇത് ബേസിക് ക്ലാസ് ആണ്. ആദ്യത്തെ ഒരു 2-3 ക്ലാസ്സസ്, ഇപ്പം നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞു. രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്ലാസ്സസ് നമ്മൾ ബേസിക് ക്ലാസ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ സം ബേസിക് കൺസെപ്റ്റ്സ് തുടങ്ങും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു രീതി. കേട്ടില്ല, എന്താടാ? ചാപ്റ്റർ 2-ലുള്ള കുറെ കാര്യങ്ങളാണിത്. ചാപ്റ്റർ 2-ലോട്ട് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണിത്. ഓക്കെ എടാ, ഫസ്റ്റ് ക്ലാസ് ആണല്ലേ, കുഴപ്പമില്ലടാ. എന്താ പറയുക, ഇതിനു മുമ്പ് പ്രോട്ടോണും ഇലക്ട്രോണും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് ഷാഡോ ഡിസ്റ്ററുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഈ പോയിന്റ്സ് ഒന്ന് എഴുതിയെടുത്ത്. കുറെ പേരൊന്നും എഴുതുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. പണ്ടത്തെ ജെയിംസ് ബോണ്ട് സിനിമയിലെ നായകനെ പോലെ ഇരിക്കും ഈ പറയുന്ന ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന ആൾ. കണ്ടോ, ഇതുപോലെയാണ് ഇരിക്കുക. കാണാൻ സുന്ദരനാണ് അല്ലേ? സയന്റിസ്റ്റുകൾക്കൊക്കെ ഭംഗിയുണ്ട്, പക്ഷെ പറഞ്ഞിട്ടേ അല്ല, സ്വഭാവം ശരിയല്ല. ഓരോ സാധനം കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കും, നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണം. ബുദ്ധിമുട്ടാണ്. എന്താടാ? അതേത് രാമാനുജമാണ്? ഈശ്വരാ. എടാ നീ ഉദ്ദേശിച്ചത് മാത്തമാറ്റീഷ്യൻ രാമാനുജനാണെങ്കിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. എന്ത് ചെയ്യാം, എനിക്ക് അത്രയും ബുദ്ധിയുണ്ട് എന്നാണ് എബിൻ സാർ പറയുന്നത് അല്ലേ എബിൻ സാർ? ഇല്ല, എനിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട. അങ്ങനെ എതിരഭിപ്രായം ഇല്ലാന്ന്. സോ ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. കേട്ടില്ല, ഉറക്കെ പറയാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ എടാ, ഞാൻ വീട്ടിൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നടക്കുന്നില്ല. ഇതുമായിട്ട് ബന്ധമില്ലാത്ത ചോദ്യമല്ല അത്. അതാ ഞാൻ പറഞ്ഞേ. എടാ ഞാൻ എന്റെ കല്യാണം എപ്പോഴാന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നടക്കുന്നില്ല. ശരാ. ഓക്കെ യെസ്, എഴുതിയോ? എഴുതി കഴിഞ്ഞെങ്കിൽ ഡാറ്റാനെ. എടാ എഴുത്ത് കുറച്ചുകൂടെ സ്പീഡാക്കണേ, നമുക്കിനി കുറേ കാര്യങ്ങൾ എഴുതാനുണ്ട്. +1 ആണ്, കുറച്ചുകൂടെ കാര്യങ്ങൾ എഴുതാനുണ്ട്. ഓക്കെ, അപ്പോ വാടാ. യെസ്, എന്താണ് ആറ്റം ബോംബ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം? ആറ്റം ബോംബ് എടാ മറ്റേ എന്താ, ഒന്നുമില്ല പോട്ടെ. യെസ്, ഞാൻ ഇതൊന്ന് പറയട്ടെ, അത് കഴിഞ്ഞിട്ടാവാം. ഓക്കെ മക്കളെ, ഞാനിപ്പോ 3 സബ് പാർട്ടിക്കിൾസിനെ പറ്റി പറഞ്ഞു. ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ അല്ലെ? യെസ്. ഇനി ഒരാറ്റത്തിന്റെ ഉള്ളിൽ ഇവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതാണ് എനിക്ക് അടുത്തത് പറയാനുള്ളത്. ഓക്കെ, അപ്പോ നോക്കടാ, ഒരാറ്റത്തിന് ഒരു സെന്റർ ഉണ്ട്, ഒരു സെന്റർ മോസ്റ്റ് പാർട്ട് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അറിയാം, പറ അറിയാവുന്ന കാര്യങ്ങൾ പറ. യെസ്, ആറ്റത്തിന്റെ സെന്റർ. യെസ്, ആരെ വിളിക്കാം? യെസ്, നിവേദിത പറയടാ, ആറ്റത്തിന്റെ സെന്ററിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയസ് ആണ്. വെരി ഗുഡ്. യെസ്, ന്യൂക്ലിയസിൽ 2 ആൾക്കാർ പ്രസന്റ് ആണ്. അവരാരൊക്കെയാ? അടുത്തൊരാൾ. ന്യൂക്ലിയസിൽ 2 പേരുണ്ട്, അവരാരൊക്കെയാ? യെസ്, ക്രിസേ പറയടാ. ക്രിസ് പഴയ ക്രിസ് ആണോ? അവന്റെ മുഖം ഒന്ന് കാണിച്ചേ. ആണ്, പഴയ ക്രിസ് ആണ്. യെസ്, പറയടാ. പ്രോട്ടോൺസും ന്യൂട്രോൺസും. വെരി ഗുഡ്. യെസ്, ന്യൂക്ലിയസിൽ എടാ ആറ്റത്തിന്റെ സെന്റർ ഉണ്ട്. ആ സെന്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ന്യൂക്ലിയസ് എന്ന് വിളിക്കുക. ന്യൂക്ലിയസിൽ 2 പേര് പ്രസന്റ് ആണ്. ആരൊക്കെ? പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഓക്കെ, ന്യൂക്ലിയസിലുള്ളത് ആരൊക്കെയാ സർ? ഓക്കെ, ന്യൂക്ലിയസിലുള്ളത് ആരൊക്കെയാ? പ്രോട്ടോൺസും ന്യൂട്രോൺസും പ്രസന്റ് ആണ്. ആരൊക്കെ പ്രസന്റ് ആണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസും പ്രസന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ദാ നിങ്ങൾ ഈ കാണുന്ന, ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ആര്? ഇലക്ട്രോൺസ്. അത് നമുക്കറിയാം. ഓക്കെ, യെസ്. അപ്പോ ഈ സെന്ററിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. വരച്ചെടുക്കണമെന്നില്ല, ജസ്റ്റ് കണ്ടാൽ മതി. ഞാൻ പോയിന്റ്സ് തരാം, നോട്ട്സ് തരാം. ഓക്കെ, സോ സെന്റർ പോർഷനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ ആരൊക്കെയുണ്ട്? പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്.
അതിനു ചുറ്റും ഇലക്ട്രോൺസ് കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ മക്കളെ, ഈ ഇലക്ട്രോൺസ് വെറുതെ കടന്ന് കറങ്ങുമല്ല, അതിനെന്തുണ്ട്, അതിനെ മൂവ് ചെയ്യാൻ പാകത്തിന് ഫിക്സഡ് ആയിട്ടുള്ള പാത്തുകളുണ്ട്. ആ പാത്താണിത്. ഈ പാത്തിനെ വിളിക്കുന്ന പേരാണ്, യെസ് ആരെ വിളിക്കാം, ഈ പാത്തിനെ വിളിക്കുന്ന പേരാണ് യെസ്, ഓർമ്മ പുതുക്കൂ, കമോൺ ആൽവിൻ. യെസ് ആൽവിനെ പറയടാ. ആൽവിൻ പുതിയ സ്റ്റുഡന്റ് ആണോ, ന്യൂ സ്റ്റുഡന്റ് ആണോടാ? ആണ്. യെസ്. എപ്പ എവിടെ നിന്ന് വരുന്നു, സ്ഥലം എവിടെയാ മോന്റെ? എറണാകുളം. എറണാകുളത്ത് എവിടെ? ഇരുമ്പനം. യെസ്, ഇരുമ്പനം പാലമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ പാലത്തിന്റെ അടുത്താണോ? അല്ല, അതിന്റെ അടുത്താണ്. യെസ്, വെറുതെ വെച്ചതാ ഈശ്വരാ. ഓക്കെ, അപ്പോ ഏതാണ് സ്കൂൾ, ഏതാ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന സ്കൂൾ ഏതാ? ഭവൻസ് ആണ്. ഓക്കെ, ഭവൻസിൽ കുറെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ, എനിവേ യെസ് പറഞ്ഞോടാ. അർത്ഥം എന്താ പറയാ, ഈ പാത്തിനെ വിളിക്കുന്ന പേര് ഓർബിറ്റ്സ്. യെസ്, ഓർബിറ്റൽ അല്ല, ഓർബിറ്റ്സ് ആണ്. കാരണം ഓർബിറ്റൽ വേറൊരു കൺസെപ്റ്റ് ആണ്, അത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ. യെസ് മക്കളെ, ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുന്ന ആ ഫിക്സഡ് പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഓർബിറ്റ്സ് എന്ന് വിളിക്കുക. ഓർബിറ്റ്സ് എന്ന് മാത്രമല്ല, ചിലപ്പോൾ അതിനെ ഓർബിറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് വിളിക്കാറുണ്ട്. എനർജി, അയ്യോ കാണുന്നില്ല. ഓക്കെ, യെസ്, ഓർബിറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്, അഥവാ എനർജി ലെവൽസ് എന്ന് വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തുകൂടെ വിളിക്കാറുണ്ട്? 3 പേരുണ്ട്. അല്ലെങ്കിൽ ഷെൽസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, 3 പേരുകളുണ്ട് കേട്ടോ. ഓർബിറ്റ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എനർജി ലെവൽ അഥവാ ഷെല്ല്. ഓക്കെ, ഇതൊക്കെ പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന യൂസേജ് ആണ്. ഓക്കെ, അപ്പോ ഓർബിറ്റ്സിന് വേറെ പേരുകൾ കൂടിയുണ്ട്, അത് മനസ്സിലാക്കി വെക്കണം. ഓർബിറ്റ്സ്, എനർജി ലെവൽസ്, ഷെൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ടാറ്റാ. യെസ്, അപ്പൊ ഇത്രയും നമുക്കൊന്ന് എഴുതാം. യെസ് സർ, മൂന്നല്ലേ തെറ്റിപ്പോയോ? പിന്നല്ലേ. Yes, entire mass and positive charge of an atom is concentrated at the center. That is, protonsum neutronsum concentrate ചെയ്ത ആറ്റത്തിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. Protons and neutrons are present inside the nucleus. Electrons revolve around the nucleus in fixed circular path called orbits. ആ ഓർബിറ്റ്സ് അവിടെ നിങ്ങൾ എഴുതി വെക്കാം. നിങ്ങൾക്ക് ഓർബിറ്റ്സിന് പകരമുള്ള പേരുകൾ എഴുതി വെക്കാം. ഓർബിറ്റ്സ് അഥവാ ഷെൽസ് അല്ലെങ്കിൽ എനർജി ലെവൽസ്. ഇതെല്ലാം ആരെ തന്നെ വിളിക്കുന്ന പേരാണ്? ഓർബിറ്റ്സിനെ വിളിക്കുന്ന പേരാണ്. അതുകൂടെ ഒന്ന് എഴുതി വെച്ചേ. വീണ്ടും എനർജി ലെവൽസ്, കുഴപ്പമില്ല, ശരിയായി. യെസ്, അർജുന എന്ത് പറ്റി? ഡൗട്ടാണോ? അർജുൻ അല്ല, അയാൻ. യെസ്, അയാനെ ഡൗട്ടാണോടാ? ഡൗട്ടാണെങ്കിൽ ടാറ്റ നീ ആണോ? പറഞ്ഞു, വിളിച്ചോ. ക്ലിയർ ആവുന്നില്ല. ഓക്കെ, പറഞ്ഞു. ഫസ്റ്റ് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ക്ലാസ്സിലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം കുറച്ച് ബേസിക്സ് പറഞ്ഞിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇതൊരു ബ്രിഡ്ജ് പോലെ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ 10th മക്കളെ ഈ ബ്രിഡ്ജ് ക്ലാസ് കൊടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയോ? നേരിട്ട് +1 ടോപ്പിക്സ് പറയാത്തതിന്റെ റീസൺ, നമ്മൾ 10th പഠിച്ച ഓർഗാനിക് കെമിസ്ട്രി ഒഴിച്ച് ബാക്കി ഒരു കാര്യവും നമ്മൾ എവിടെ പഠിക്കുന്നില്ല, +1 ആദ്യ ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നില്ല. പകരം 9th കണ്ടിന്യൂഷൻ ആണ് ആക്ച്വലി എന്ത് +1 ടോപ്പിക്സ്. ഇപ്പൊ 9th നിങ്ങൾ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ സിലബസ് മാറുന്നുണ്ട്, ബട്ട് സ്റ്റിൽ നിങ്ങൾ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് പഠിച്ചിട്ടുണ്ട്, സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിച്ചിട്ടുണ്ട്. ആ ചാപ്റ്റേഴ്സിൽ യൂസ് ചെയ്ത കാര്യങ്ങളാണ് എവിടെ പഠിക്കാൻ പോകുന്നത്? +1 പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ
ആ ഒരു കാര്യത്തിന്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ടാണ് 10th ഓർഗാനിക് കെമിസ്ട്രി മാത്രമാണ് നമുക്ക് +1 ആവശ്യമുള്ളൂ. +1 അത് അവസാനത്തെ ചാപ്റ്റേഴ്സിലേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തി പോകാനായിട്ടാണ് കേട്ടോ. യെസ്, ഓക്കെ. യെസ്, ആൽവിന പറഞ്ഞോടാ. ആൽവിന, യെസ്. ഡേറ്റ്സോ? ഇല്ലല്ല, ഡേറ്റ് ഒന്നും പഠിക്കണ്ട. ഞാൻ ജസ്റ്റ് ഇയർ തന്നു എന്ന് മാത്രം. നമ്മൾ 9th പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് എഴുതിയെന്ന് മാത്രം. സയന്റിസ്റ്റിന്റെ പേര് വരെ മാക്സിമം അറിഞ്ഞിരിക്കാം. ഓക്കെ, സയന്റിസ്റ്റിന്റെ പേര് വരെയും ചോദിക്കാറൊന്നുമില്ല, ബട്ട് സ്റ്റിൽ അതൊന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്, അത്രേ ഉള്ളൂ. കോൺസെപ്റ്റ് ആണ് മക്കളെ. ഇനി തൊട്ട് നമ്മുടെ സ്റ്റഡീസ് എന്ന് പറയുന്നത് കോൺസെപ്ച്വൽ നോളജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ടോപ്പിക്, ആ ടോപ്പിക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരാൾക്ക് ഈസി ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ വേണം പഠിക്കാൻ. ബൈഹാർട്ട് ചെയ്ത് ഫാക്ടോറിയൽ ആയിട്ട് പഠിക്കരുത്, അല്ലേ? അപ്പൊ നമ്മൾ 10th ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യാറില്ലേ? കുറെ കാര്യങ്ങൾ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് ഇങ്ങനെ പഠിക്കും. സോഷ്യൽ പഠിക്കുന്ന പോലെയാണ് നമ്മൾ സയൻസും പഠിക്കാറ്, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? സോഷ്യൽ നമ്മൾ ഇയർ പഠിക്കുന്ന പോലെ തന്നെയാണ് സയൻസും പഠിക്കാറ്. മാറ്റണം. സയൻസ് പഠിക്കുന്ന രീതിയും സോഷ്യൽ പഠിക്കുന്ന രീതിയും ഡിഫറെൻ്റ് ആണ്. സയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് കോൺസെപ്റ്റ്സ്. ഓക്കെ, ഒരു പുതിയ കോൺസെപ്റ്റ് എങ്ങനെയാണ്, എങ്ങനെ ഒരു കാര്യം വന്നു, നിങ്ങൾ ക്യൂരിയസ് ആണ്. ഒരു സാധനം എന്തുകൊണ്ട് അങ്ങനെ വന്നു ചിന്തിക്കാൻ പറ്റണം. ഇനി സയൻസിൽ നമ്മളെ +1 +2 ക്ലാസ്സസ് എനിക്കും അതുപോലെയുള്ള കുട്ടികളെയാണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ആ റെസ്പോൺസ് ആണ് വേണ്ടത്. ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നു, ഓക്കെ, അങ്ങനെ പോകുന്നു. അല്ല, യു ഷുഡ് ക്വസ്റ്റ്യൻ മീ. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു സാറ്, എന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല? തിങ്ക് അബൌട്ട്. കൂടുതൽ ചിന്തിക്കണം. ചിന്തിച്ച് മാക്സിമം മനസ്സിലാക്കണം. നമുക്ക് കണ്ടന്റ് ഒരുപാട് പഠിക്കാനുണ്ട്, ബട്ട് സ്റ്റിൽ മാക്സിമം നമുക്ക് ഈ പറയുന്ന ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോഴാണ് നിങ്ങൾ കോർ കെമിസ്ട്രിയിലോട്ട് എത്താൻ പോകുന്നത്. +1 +2 കാലത്തിലാണ് നിങ്ങൾ കോർ കെമിസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഫിസിക്സ് ആയാലും മാത്സ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും. 10th ക്ലാസ് വരെ നമ്മൾ പഠിച്ചത് എലമെന്ററി എഡ്യൂക്കേഷൻ ആണ്, അല്ലെങ്കിൽ ബേസിക് മാത്സ്, ബേസിക് സയൻസ് കാര്യങ്ങളാണ്. അതായത് നമുക്ക് ലൈഫിൽ ജീവിക്കാനൊക്കെ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം, ആ കാര്യങ്ങളാണ് നമ്മൾ 10th ക്ലാസ് പഠിച്ചത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയാൽ ആസിഡ്, ബേസ്, സോൾട്ടുകൾ. ആ സോൾട്ടുകളൊക്കെ കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്ന സോൾട്ടുകളാണ് നമ്മൾ പഠിച്ചത്. ഇതൊരു ബേസിക് അവയർനെസ്, ഒരു GK ക്ലാസ് പോലെയായിരുന്നു 10th ക്ലാസ് വരെയുള്ള ടോപ്പിക്സ്. +1 അങ്ങനെയല്ല, പ്യുവർ സയൻസ് ആണ്. നമ്മൾ കോർ സയൻസിലോട്ട് സ്ട്രക്ചർ ഓഫ് ആറ്റം ചാപ്റ്ററിലോട്ട് പോകും. ഓക്കെ, ശരിക്കും സ്ട്രക്ചർ ഓഫ് ആറ്റം ചാപ്റ്റർ, 2ാമത്തെ ചാപ്റ്റർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന്റെ ഏറ്റവും അവസാനം നമ്മൾ നിൽക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സിലോട്ടാണ്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് കാലത്ത് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന, കറണ്ട് ഡേയിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന, സയൻസിന് ഏറ്റവും കൂടുതൽ വലിയ വലിയ സംഭാവനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മേഖലയിലോട്ട് പറഞ്ഞെത്തും. അതാണ് കോർ സയൻസിലോട്ട് ഇറങ്ങാൻ പോവാണ്. അത് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, അതൊരു കാര്യമാണ്. പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പഠിക്കണമെങ്കിൽ പഠിക്കലല്ല, കൂടുതലും അറിയലാണ്, മനസ്സിലാവണം. ഓക്കെ, അവിടെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. NCERT ടെക്സ്റ്റ് വായിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCERT ടെക്സ്റ്റ് വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുത്താൽ +1 +2 ശേഷം എൻട്രൻസ് എക്സാംസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഗ്രിപ്പ് ഉണ്ടാവും. മാത്രമല്ല, ഇനി എൻട്രൻസ് എക്സാംസ് ഒക്കെ പോട്ടെ, ഒരു സബ്ജക്റ്റിൽ ഗ്രിപ്പ് ഉണ്ടാക്കാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും, ഫോർ ഷുവർ. ഓക്കെ, ഞാൻ വേറെ ഒന്നും അല്ല പറയുന്നത്, NCERT ടെക്സ്റ്റ് ആണ്. നമുക്ക് മെറ്റീരിയൽ ഉണ്ട്, നോട്ട്സ് ഉണ്ട്, അത് പഠിക്കാനാണ്, മാർക്ക് വാങ്ങാനാണ്. പക്ഷേ ഒരു കോൺസെപ്റ്റിൽ ഗ്രിപ്പ് വരണമെങ്കിൽ NCERT ടെക്സ്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ്, പക്ഷെ ലെവൽ കൂടുതലാണ്, നമ്മുടെ വായനയ്ക്ക് അതീതമായ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ചാപ്റ്റർ എടുത്തതിന് ശേഷം നിങ്ങൾ സ്കൂളിലൊക്കെ എടുത്ത് ആ ചാപ്റ്റർ പഠിച്ചു എന്ന് വിശ്വാസമായതിനു ശേഷം എന്ത് ചെയ്താൽ മതി, NCERT ടെക്സ്റ്റ് വായിച്ചാൽ മതി. പക്ഷെ NCERT ടെക്സ്റ്റ് വായിച്ചാൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടും. മാത്രമല്ല, അത് ഹയർ ലെവലിൽ ആഫ്റ്റർ +2 നിങ്ങളൊരു എൻട്രൻസ് എക്സാംസ് എഴുതുമ്പോൾ ഗുണം ചെയ്യും. ഓക്കെ, ഈ കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവുക. ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ NCERT ടെക്സ്റ്റ് എടുത്ത് തുറന്നു വെക്കണമെന്ന് പറയില്ല, വായിക്കണമെന്നും പറയില്ല, മനസ്സിലാവൂല, സിംപ്ലി മനസ്സിലാവില്ല. പക്ഷെ ഒരു ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, എടുത്ത് വായിക്കുക. നമ്മൾ NCERTയിലെ ലൈൻ ബൈ ലൈൻ, സെന്റൻസ് ബൈ സെന്റൻസ് കവർ ചെയ്യില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ ക്ലാസ്സിൽ എടുക്കുക. പക്ഷെ നിങ്ങൾക്ക് വായിക്കാം, ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്, അത് വായിക്കാം, അത് മനസ്സിലാക്കാം, അത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എത്രത്തോളം നിങ്ങൾ കൂടുതൽ വായിക്കുന്നു അത്രത്തോളം ക്ലാരിറ്റി കൂടും. 10th പോലെയല്ല, എല്ലാ സാധനവും ക്ലാസ്സസ് ചെയ്യുന്ന പ്രൊവൈഡ് ചെയ്യലല്ല, നിങ്ങളുടെ കൂടെ വർക്കാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ ഹയർ ലെവലിലോട്ട് എത്തിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? 10th അല്ല +1 എന്ന് മനസ്സിലാക്കണം ബേസിക്കലി. പോട്ടെ, കുഴപ്പമില്ല. യെസ്, സോ ഇനി അടുത്ത കാര്യത്തിലോട്ട് വരാം. യെസ്, അപ്പോ നമ്മൾ എന്ത് പറഞ്ഞു, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് പറഞ്ഞു.
അവരെല്ലാം എങ്ങനെയാണ് ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു ആറ്റം മോഡൽ എങ്ങനെയാണ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇനി എല്ലാ ആറ്റത്തിലും ഏതൊരു സബ്സ്റ്റൻസിലും ആറ്റംസ് ഉണ്ട്. എല്ലാ ആറ്റംസിലും ഈ പറയുന്ന പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും എണ്ണം സെയിം ആണോ? അല്ലല്ലോ, ഡിഫറെന്റ് അല്ലേ? ആണെങ്കിൽ ടാറ്റ യെസ്, നമുക്ക് ചുറ്റും എലമെന്റ്സ് ഉണ്ട് അല്ലേ? ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല H2 ആണ്. ദാറ്റ് മീൻസ് 2 ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേരുമ്പോഴാണ് നമ്മൾ ഡ്രിങ്ക് ചെയ്യുന്ന, നമ്മൾ കുടിക്കുന്ന, നമ്മൾക്ക് ആവശ്യമായ വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടുന്നത്. അപ്പോ ഓരോ സബ്സ്റ്റൻസും ഉണ്ടാക്കിയിരിക്കുന്നത് ഡിഫറെന്റ് എലമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ്. ഈ എലമെന്റ്സിന് എന്താ വ്യത്യാസം? ഓരോ എലമെന്റിലും അതിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും എണ്ണം ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റ യെസ്. അപ്പോ ഈ ഡിഫറെന്റ് എലമെന്റ്സിനെ പറ്റി പഠിക്കാനായിട്ട് ഇപ്പോ നിങ്ങളുടെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. 50 കുട്ടികളുടെയും പേര് ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ ഒരേ പേരുള്ള ആൾക്കാരുണ്ടാവും, അവരുടെ ഇനീഷ്യൽ ഡിഫറെന്റ് ആണ്. അപ്പോൾ നിങ്ങളെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു റോൾ നമ്പർ തന്നിട്ടുണ്ട്. ശരിയല്ലേ? ആണെങ്കിൽ ടാറ്റ അതുപോലെ ആറ്റംസിനെ, എലമെന്റ്സിനെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കൊണ്ടുവരികയാണ്? പുതിയൊരു ടേം കൊണ്ടുവരികയാണ്. പുതിയ ടേം അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ടേമാണ്. ആ ടേമിനെയാണ് എന്തെന്ന് വിളിക്കുക? അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുക. അപ്പൊ അറ്റോമിക് നമ്പർ ആക്ച്വലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു റോൾ നമ്പർ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളുടെ റോൾ നമ്പർ യൂസ് ചെയ്യുന്ന പോലെ ഒരു എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം? അറ്റോമിക് നമ്പർ യൂസ് ചെയ്യാം. കുഴപ്പമില്ലല്ലോ? ഓക്കെ ആണെങ്കിൽ ടാറ്റ. ഇനി അറ്റോമിക് നമ്പറിന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയാം, പറഞ്ഞു. യെസ്, എന്തിന്റെ നമ്പറാ? പറഞ്ഞു. യെസ്, ആരെ വിളിക്കാം? യെസ്, വിളിച്ചോ. ആഷ്ലിൻ പറയടാ, പറഞ്ഞു. വെരി ഗുഡ്. പ്രോട്ടോൺസിന്റെ എണ്ണം. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിൽ പ്രസന്റ് ആയിട്ടുള്ള പ്രോട്ടോൺസിന്റെ നമ്പറിനെയാണ് എന്തെന്ന് വിളിക്കുക? അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നും. എന്താണ്? ഇലക്ട്രോൺസ്, പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും എണ്ണം സെയിം അല്ലേ? അല്ലേ? ഒരാറ്റം എടുത്താൽ പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും എണ്ണം സെയിം അല്ലേ? നിങ്ങൾക്കറിയാം 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 10 ഇലക്ട്രോണും ഉണ്ട്. ശരിയല്ലേ? ഇപ്പൊ ഓക്സിജൻ എന്ന് പറയുന്ന ആറ്റം എടുത്താൽ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ദാറ്റ് മീൻസ് അതിൽ 8 പ്രോട്ടോൺസ് ഉണ്ടാവും, 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. ശരിയല്ലേ? ആണെങ്കിൽ ടാറ്റ. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞേ? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇപ്പൊ ആഷ്ലിൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു അത് ശരിയാണെന്ന്. ഒരാറ്റത്തിന്റെ ഉള്ളിലുള്ള പ്രോട്ടോൺസിന്റെ എണ്ണത്തിനെയാണ് ഞാൻ എന്തെന്ന് വിളിച്ചത്? അറ്റോമിക് നമ്പർ എന്ന് വിളിച്ചത്. ഇലക്ട്രോൺസിന്റെ എണ്ണത്തിനെയല്ല. ഓക്കെ, രണ്ടും സെയിം ആണ്. പിന്നെ എന്തുകൊണ്ടാ മാറിയാൽ പ്രശ്നമുണ്ട്? അതെന്താ? അത് മനസ്സിലാവും. ഓക്കെ, ഇതാണ് 10th + 1 തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ട് കാര്യങ്ങളെ കാണും. ഓക്കെ, അപ്പോൾ സ്പെസിഫിക്കലി പറയണം, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇലക്ട്രോൺസ് എന്ന് എഴുതരുത്, മാർക്ക് തരില്ല. 10ാം ക്ലാസ്സിൽ നിങ്ങൾ അങ്ങനെ എഴുതിയാൽ ഞാൻ മാർക്ക് തരുമായിരുന്നു, പക്ഷേ ഇത് തരില്ല. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിൽ പ്രസന്റ് ആയിട്ടുള്ള പ്രോട്ടോൺസിന്റെ എണ്ണമാണ്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു, എന്തുകൊണ്ട് ഇലക്ട്രോൺസ് വരാൻ പാടില്ല? അത് ഈ ക്ലാസ് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, യെസ്. ഇനി അറ്റോമിക് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ പറ. അറ്റോമിക് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ വാ. അറ്റോമിക് നമ്പർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. സിമ്പിൾ കാര്യം, പറയടാ. പറ. ന്യൂട്രോൺസ് പറയാം. യെസ്, പറഞ്ഞോ. ജുവാന പറയടാ. Z ആണ്. യെസ്, Z ആണ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. അറ്റോമിക് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ Z ആണ് കേട്ടോ. രണ്ട് കാര്യങ്ങൾ. Atomic number, it is defined as the number of protons present inside the nucleus of an atom. Number of protons present inside the nucleus of an atom. Denote ചെയ്യുന്ന ലെറ്റർ Z ആണ്. മോളെ ഡൗട്ട് ആണോ? ഡൗട്ട് ആണെങ്കിൽ തെറ്റാന്നേ അല്ല, ആൻസർ പറയാനാണല്ലേ? യെസ്, ഫൈൻ. ഓക്കെ, യെസ്. ഓക്കെ അല്ലേ? കഴിഞ്ഞല്ലോ, എഴുതി കഴിഞ്ഞല്ലോ. 2 പോയിന്റ്സ്. ഓക്കെ ആണെങ്കിൽ ടാറ്റാന്നേ. യെസ്, അടുത്തതാണ് അറ്റോമിക് നമ്പർ കഴിഞ്ഞാൽ അടുത്തതാണ് മാസ് നമ്പർ. ഓക്കെ,
മക്കളെ, ഒരു ആറ്റത്തിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിൽ ആരൊക്കെയുണ്ട്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. മാസ് ഉള്ള സാധനം പ്രോട്ടോൺസും ന്യൂട്രോൺസാണ്. ഇലക്ട്രോൺസ് വളരെ ലൈറ്റ് ആയിട്ടുള്ള സാധനമാണ്, ഭയങ്കര വെയിറ്റ്ലെസ് ആയിട്ടുള്ള മാസ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും ഇരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മാസ് നമ്പർ എന്തായിരിക്കും? പറ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പറ. യെസ്, ആരെ വിളിക്കാം? യെസ്, ഋഷിതേ പറയടാ. ഋഷിതേ പറഞ്ഞോ. ഋഷിത് നേരത്തെ പറഞ്ഞോ. ആ, ഓക്കെ. വെരി ഗുഡ്. പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും സമ്മ്. ഓക്കെ, ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട്, എത്ര ന്യൂട്രോൺസ് ഉണ്ട്, അതിന്റെ സമ്മിനെയാണ് എന്തെന്ന് വിളിക്കുക? മാസ് നമ്പർ എന്ന് വിളിക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ തരതാ. യെസ്, ദാറ്റ് ഈസ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ഒരുമിച്ച് നമ്മളൊരു പേര് വിളിക്കും. എന്താണത്? പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേര്. യെസ്, അത് വരും. നിരഞ്ജന പറയണം. പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേര് പറഞ്ഞോ. ന്യൂക്ലിയോൺസ്. വെരി ഗുഡ്. ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ആൾക്കാർ എന്നർത്ഥത്തിൽ നമ്മൾ അവരെ ന്യൂക്ലിയോൺസ് എന്നാണ് വിളിക്കുക. ന്യൂക്ലിയോൺസ്. ഓക്കെ, ന്യൂക്ലിയോൺസ്. ഓക്കെ, ഇനി മാസ് നമ്പർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ പറ. മാസ് നമ്പർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ, ഒരൊറ്റ പോയിന്റ് കൂടെ. മാസ് നമ്പർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. യെസ്, നെക്സ്റ്റ് വൺ. ആൽബിനെ പറയടാ. ആൽബിനല്ല, ആഷിഖാണ്. ആൽബിനാണ്. യെസ്, ആൽബിനെ പറഞ്ഞോടാം. എ ആണ് ക്യാപിറ്റൽ ലെറ്റർ. എ ആണ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. 3 പോയിന്റ്സ് പഠിച്ചു വെക്കണം മാസ് നമ്പറിനെ റിലേറ്റ് ചെയ്ത് സാർ. യെസ്. ഓക്കെ, സം ഓഫ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് പ്രസന്റ് ഇൻസൈഡ് ദ nucleus of an atom. Protons and neutrons together are called as nucleons. Mass number is denoted by letter A. A എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്താണ് റെപ്രസെന്റ് ചെയ്യുക. 3 കാര്യങ്ങൾ വേഗം എഴുതി വെക്കുക. എഴുതിയോടാ അദ്വൈതേ? കഴിഞ്ഞോടാ? എഴുതി കഴിഞ്ഞോ? ഒന്നെ കഴിഞ്ഞു. യെസ്. ഓക്കെ, കഴിഞ്ഞെങ്കിൽ തരാനേ. യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു എലമെന്റിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ഒരു എലമെന്റിന് എപ്പോഴും എന്തുണ്ടാവും നോക്കടാ? നമുക്ക് ചുറ്റും 118ഓളം എലമെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഡിസ്കവർ ചെയ്ത 118 എലമെന്റ്സ് ഉണ്ട്. ഈ എലമെന്റ്സിനെല്ലാം എന്തുണ്ടാവും? ഒരു സിമ്പൽ ഉണ്ടാവും, അറ്റോമിക് നമ്പർ ഉണ്ടാവും, മാസ് നമ്പർ ഉണ്ടാവും. 3 കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പോ ഓക്സിജൻ ആറ്റം എടുത്താൽ ഓക്സിജന്റെ സിമ്പൽ O ആണ്. ഓക്സിജന്റെ സിമ്പൽ O ആണ്. അതിന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ആ അറ്റോമിക് നമ്പർ എവിടെ റെപ്രസെന്റ് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ താഴെ റെപ്രസെന്റ് ചെയ്യണം. എവിടെ റെപ്രസെന്റ് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ താഴെ റെപ്രസെന്റ് ചെയ്യണം. മാസ് നമ്പർ എപ്പോഴും മാസ് നമ്പർ 16 ആണ്. മാസ് നമ്പർ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ ഒരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യേണ്ട മെത്തേഡാണിത്. അതിന്റെ സിമ്പല്, അതിന്റെ അറ്റോമിക് നമ്പർ ലെഫ്റ്റ് സൈഡിൽ താഴെ റെപ്രസെന്റ് ചെയ്യുന്നു,
മാസ് നമ്പർ അതിന്റെ മുകളിലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. കുഴപ്പമില്ലല്ലോ. ഓക്കെ ആണെങ്കിൽ ടാറ്റ. വാലൻസി വേണ്ട, വാലൻസി നമ്മൾ എന്താ പറയുക കോമ്പൗണ്ട് റെപ്രസെന്റ് ചെയ്യുമ്പോഴേ ഉപയോഗിക്കുക. നമ്മൾ ഇനി തൊട്ട് വാലൻസി അല്ല ഉപയോഗിക്കുക, പകരം ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്ന പുതിയ കോൺസെപ്റ്റാണ്. അത് നമുക്ക് പറഞ്ഞുതരാം എന്താ വ്യത്യാസം. ഇപ്പോൾ കാർബൺ എടുത്തു കഴിഞ്ഞാൽ കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അത് ലെഫ്റ്റ് സൈഡിൽ എഴുതി, ലെഫ്റ്റ് സൈഡിൽ താഴെ എഴുതി. അതിന്റെ മാസ് നമ്പർ 12, അത് നമ്മൾ എവിടെ എഴുതുന്നു? മുകളിൽ എഴുതുന്നു. ഓക്കെ, സോ ജനറലി റെപ്രസെന്റ് ചെയ്താൽ എക്സ് ആണ് എന്റെ എലമെന്റ് എങ്കിൽ, ഓക്കെ അവിടെ എഴുതണ്ട കാണൂല, ഓക്കെ എക്സ് ആണ് എന്റെ എലമെന്റ് എങ്കിൽ ആ എക്സിന്റെ അറ്റോമിക് നമ്പർ Z അത് ലെഫ്റ്റ് സൈഡിൽ താഴെ, മാസ് നമ്പർ ആയ എ അതിന്റെ മുകളിൽ. കുഴപ്പമില്ലല്ലോ. ഓക്കെ ആണെങ്കിൽ ടാറ്റ. യെസ് ഫൈൻ. അപ്പൊ അതൊന്ന് എഴുതി വെക്കാം. യെസ്, നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി കേട്ടോ. എക്സ് എ സെഡ്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ എഴുതി വെച്ചോ, ഓക്സിജൻ 860. യെസ്, അത്രയും കാര്യങ്ങൾ മതി. യെസ്, ഒന്ന് എഴുതി വെക്കണം. എ സെഡ് എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയാം, അതെന്താണെന്ന് മറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കഴിഞ്ഞില്ലേ? സിമ്പിൾ കാര്യം. എഴുതി കഴിഞ്ഞെങ്കിൽ ഡാറ്റാനെ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാം. ഒരു ചെറിയ ബ്രേക്ക് പോയി വാ, 10 minutes ബ്രേക്ക്. തിരിച്ചു വരാം. വേഗം വന്ന് വീഡിയോ ഓൺ ചെയ്തേ. ഫാസ്റ്റ് ആവട്ടെ, വേഗാവട്ടെ, വേഗം വാ, ഓടി വാ, വേഗം വാ. വേഗം വാ. എന്താടാ ബയോയുടെ ടീച്ചർ ആരാണെന്ന്? എടാ വരുവടാ. എന്തായാലും ഷീതു മിസ് ഉണ്ട്, അതെനിക്കറിയാം. പക്ഷേ വേറെയും ആൾക്കാർ വരും, ഒരാളായിരിക്കില്ല. കെമിസ്ട്രിക്കാണെങ്കിലും നമുക്ക് എന്താ പറയുക, കുറേ ആൾക്കാരുണ്ട്, കുറേ സാറന്മാരുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ്സിലാവും, ഫസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, ശരിയാ. ഓക്കെ, നമ്മുടെ ടീമൊക്കെ ഉണ്ട്. കെമിസ്ട്രിക്ക് കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ വരും. ഞാൻ മാത്രമല്ല, അതൊക്കെ കാണാം. അതുപോലെ തന്നെയാണ് ബയോളജിക്കും. ബയോളജിക്ക് ഷിതു മിസ് എന്തായാലും ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന ഷിതു മിസ് എന്തായാലും ഉണ്ട്. വേറെയും സാറുമാരും ടീച്ചേഴ്സും ഒക്കെ വരും. ഓക്കെ, കുറേ ആൾക്കാരുണ്ട് നമുക്ക്. യെസ്, അതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഷീതു മിസ് ഉണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. എന്താ ഫിസിക്സിനും അത് തന്നെ, ഫിസിക്സിനും അതിൽ സാറുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത കുറേ സാറന്മാരുണ്ട്. ഓക്കെ, ആരാ വന്ന ഫിസിക്സിന്? ആരാ വന്ന? യുദു സാറല്ലേ സ്റ്റാർട്ട് ചെയ്തത്? യുദു സാറാണ് സ്റ്റാർട്ട് ചെയ്തത്. യെസ്, ശരത് സാർ ഉണ്ടടാ. എടാ എല്ലാവരും ഉണ്ട് ഇവിടെ, നിങ്ങൾ നേരത്തെ കണ്ട എല്ലാവരും ഉണ്ട്. അവര് മാത്രമല്ല, വേറെയും ആൾക്കാരുണ്ട്, അത്രേ ഉള്ളൂ. കുറച്ച് ആൾക്കാർ കൂടും, കാരണം +2 എന്ന് പറയുമ്പോൾ ടോപ്പിക്ക് വലുതല്ലേ, കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അമൽ സാർ, യെസ് അമൽ സാർ, ഈ പറഞ്ഞ അമൽ സാറല്ലേ, ലൈക്ക് എന്താ പറയുക, ഹോസ്റ്റിംഗ് ചെയ്യുന്ന അമൽ സാറല്ലേ, ആ അമൽ സാർ ഉണ്ടടാ. ഷിബിൻ സാർ, ഷിബിൻ സാറും ഉണ്ട്, മാത്സിന് ഷിബിൻ സാറുണ്ട്. ഓക്കെ, യെസ് ജി സാർ ഉണ്ട്. പക്ഷെ അതിൻ്റെ ആ അബ്രിവേഷൻ എനിക്ക് ഇഷ്ടമായില്ല, അല്ല അതിൻ്റെ ആ ഒരു അഡ്ജക്റ്റീവ് എനിക്ക് ഇഷ്ടമായില്ല. ഓക്കെ, യെസ് തുടങ്ങാം. ഇപ്പോൾ തുടങ്ങാം. യെസ്, എന്താണ് പരിപാടികൾ? വെക്കേഷൻ ആയിട്ട് എന്താ പരിപാടി? എടാ ഒന്ന് ചില്ലാക്കാൻ എന്തെങ്കിലും കലാപരിപാടികൾ, പാട്ട്, ഡാൻസ് ഓർ വേറെന്തെങ്കിലും? ഒന്നുമില്ല. ഷേ ടു ബാഡ്. എന്താ എൻ്റെ നിക് നെയിമോ? എനിക്കങ്ങനെ നിക് നെയിം ഇല്ലടാ. എന്നെ ഷോർട്ടാക്കി സഞ്ജു എന്ന ആൾക്കാർ വിളിക്കും. ഈ സഞ്ജു സാംസന്റെ സഞ്ജു, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യാം? അത് മതി. ഇല്ല, ഞാൻ എന്നെ കൊണ്ട് ചെയ്യാനല്ല, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആരും കടന്നു വരില്ല. യെസ്, നമുക്ക് ഒരാളെ റാൻഡംലി വിളിച്ച് പണി കൊടുക്കാം. കമോൺ സാർ, ഡാൻസ് കളിക്കാൻ നോക്കാം, ചെയ്യാം. ഓക്കെ, നമുക്ക് റാൻഡംലി ഒരാൾ വിളിച്ചിട്ട് ആളുടെ കഴിവുകൾ ചോദിക്കാം. ബാ, ആരെ വിളിക്കാം? ഈശ്വര, കണ്ണടച്ച് വിളിക്കാം. ആരാണ് പെടാൻ പോകുന്നത്? ജോവിനെ,
ജോയ് യെസ്, ജോയ് എം ലോറൻസ്. ജോയ് മുമ്പ് ഉണ്ടായിരുന്ന ജോയ് ആണ് അല്ലേ? അല്ലേ? എടാ അൺമ്യൂട്ട് ചെയ്ത ഈശ്വരാ. എടാ അഭിനയിക്കരുത്, അൺമ്യൂട്ടായ പോലെ അഭിനയിക്കരുത്. ഈശ്വര മൂർഖനെയാണല്ലോ ചവിട്ടിയത് എന്ന് പറഞ്ഞ പോലെ ഈ കാലമാടൻ എന്തിന് എന്നോട് ഈ ചതി ചെയ്തു? അങ്ങനെയല്ല. ഇല്ല, അവൻ അൺമ്യൂട്ട് ചെയ്തില്ല. ഓക്കെ മക്കളെ, അവൻ രക്ഷപ്പെട്ടു മക്കളെ. യെസ്, അടുത്ത ആളെ വിളിക്കാം. ജോയലേ, സാറിന് ജയ വെച്ച ആൾക്കാരെ മാത്രമാണ് കിട്ടുക. ജോയലേ കമോൺ. ഗുഡ് ഈവനിങ്. ജോയൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജോയലല്ലേ? 10th ഉണ്ടായ ജോയലല്ലേ? ആണ്. യെസ്, എനിക്ക് മുഖപരിചയമുണ്ട്. ഓക്കെ ജോയലേ പറയടാ, എന്താണ് ഇന്ന് എനിക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നത്? എന്താണ് എൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ പറ്റുന്ന സാധനം? ഒന്നുമില്ല. അങ്ങനെ പറയരുത്, മോശമായി. ഞാൻ ഇത്രയും കാര്യമായിട്ട് ചോദിച്ചിട്ട് എന്താണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ട് ജോയലിന്റെ കയ്യിലുള്ളത്? കേൾക്കട്ടെ. ഒന്നുമില്ല. അപ്പൊ ഈ ഫ്രീ ടൈമിൽ എന്ത് ചെയ്യും എനിക്കറിയണം. രാവിലെ ജിമ്മിൽ പോയി. ഈശ്വര, ഈ പിള്ളേർ മൊത്തം ജിമ്മിന്റെ ആൾക്കാരാണല്ലോ. എടാ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, 18 വയസ്സിന് ശേഷം പോടാ ജിമ്മില്. ഇപ്പൊ വെയിറ്റ് ട്രെയിനിങ് ചെയ്യല്ലേ? വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് നിങ്ങളുടെ ബോഡിയിൽ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകുന്ന സമയമാണ്. അത് അത്ര നല്ലതല്ല. അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ഒരു എന്താ പറയാ, ഒരു ട്രെയിനറുടെ സഹായത്തോടെ ജിം ട്രെയിനിങ് എടുക്കേണ്ടി വരും. അങ്ങനെ തന്നെയാണ്. ഓക്കെ ആയിക്കോട്ടെ. ഓൾട്ടർനേറ്റ് ഡേയ്സ്, വീക്കിലി ത്രൈസ് അല്ലേ? കുഴപ്പമില്ല. യെസ്. ഓക്കെ, അപ്പൊ ജിമ്മ് മാത്രമാണോ താല്പര്യം? വേറെ ഒന്നുമില്ലേ? വേറെ ഒരു പരിപാടി ഇല്ലേ? ഓക്കെ, അടുത്ത ദിവസം എൻ്റെ ഒരു ബോഡി ഷോ ആയിക്കാലോ എബിൻ സാർ, മസിൽ ഷോ എന്നൊക്കെ. ഇല്ല വേണ്ടെന്നൊക്കെ. എന്നെ തറയാക്കരുത്. പിന്നെ അല്ല, വേറെന്ത് ചെയ്യും? വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഓക്കെ, അഡ്മിഷൻ കിട്ടിയായിരുന്നു? കേൾക്കട്ടെ. അഡ്മിഷൻ നേരത്തെ സ്കൂളിൽ തന്നെയാ? ഏതാ കിട്ടിയേക്കുന്നത്? ബയോമാക്സ് തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ എടാ, ഞാൻ സ്ട്രീം ഇതുവരെ സെലക്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചേഞ്ചിങ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. 10th മാത്സ് കണ്ടിട്ട് മാത്സ് അവോയ്ഡ് ചെയ്ത കുറച്ച് പേരുണ്ടാവും. ഓക്കെ, ഇത് സീരിയസ്, തമാശയല്ല, കാര്യമായിട്ട്. ബാ. ഓക്കെ യെസ്, 10th മാത്സ് കണ്ടിട്ട് മാത്സ് അവോയ്ഡ് ചെയ്ത ആൾക്കാരുണ്ടാവും. മാത്സ് ടഫാണ്. +1 +2 മാത്സ് അത്യാവശ്യം പഠിക്കാനുണ്ട്. ഈസി ഒന്നുമില്ല, അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ മാത്സ് പഠിക്കുന്നത് ഗുണമായിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ വിചാരിക്കുന്നു എന്താ, ഞാൻ ഇന്ന പ്രൊഫഷനിലോട്ടാണ് പോകുന്നത്, അതായത് മെഡിക്കൽ സയൻസിലോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സാണ് എടുക്കാൻ പോകുന്നത്, എനിക്ക് മാത്സ് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ മാത്സ് എടുക്കുന്നില്ല. അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കില്ലേ? ഉണ്ടെങ്കിൽ ടാറ്റ തന്നി. യെസ്, അങ്ങനെ തോന്നലുണ്ടെങ്കിൽ ആ തോന്നൽ വെറുതെയാണ്. അതായത് ഹയർ ലെവലിൽ ഇപ്പൊ നിങ്ങൾ UG പഠിക്കുന്ന സമയത്ത്, UG എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിഗ്രി കോഴ്സ്, അതിപ്പോ ഈവൺ MBBS ആണെങ്കിലും ചെയ്യുന്ന സമയത്ത് വലിയ മാത്സിന്റെ ഐഡിയാസ് ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ നീറ്റിന്റെ എക്സാംസിന് മാത്സ് ഇല്ലാത്തത്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോ ഉള്ളത് അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ PG ലെവലിലോട്ടൊക്കെ പോവാണ്, അല്ലെങ്കിൽ വലിയ ഹയർ സ്റ്റഡീസ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു തീസീസ് ഒക്കെ പ്രസന്റ് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ എന്ത് സാധനവും പുതുതായി ചെയ്യണമെങ്കിൽ അവിടെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുടെ ആവശ്യമുണ്ട്. അതായത് നിങ്ങൾ പുതിയൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് ആ ഡാറ്റയിൽ നിന്ന് ഒരു റിസൾട്ട്, ഇപ്പം നിങ്ങൾ എന്താ പറയുക, ഒരു മെഡിസിൻ പുതുതായി കണ്ടുപിടിക്കുകയാണെന്ന് വിചാരിക്കാം. വലിയ ഭാവിയിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഭയങ്കര ഗ്രേറ്റ് ആവുന്ന സമയത്ത് അല്ലേ, നിങ്ങളൊന്നും ഇവിടെ നിൽക്കില്ലല്ലോ വലിയ കാര്യത്തിൽ. യെസ് പേര് മിന ഫാത്തിമ അല്ലേ? യെസ്, മിന ഫാത്തിമ, ഞാൻ വരാട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ പഠിച്ച് വലിയ ലെവലിലോട്ട് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്സിൻ്റെയും സ്ട്രാറ്റജിയുടെയും ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് +1 +2 പഠിച്ചുകൊണ്ട് ഭയങ്കര ഗുണമുണ്ടെന്നല്ല പറയുന്നത്. എന്നിരുന്നാലും മാത്സിൻ്റെ ഗ്രിപ്പ് നമുക്ക് അവിടെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് മാത്സ് എടുക്കാൻ പറ്റുമെങ്കിൽ, മാത്സ് നിങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമാക്കാൻ അല്ലെങ്കിൽ ഓപ്ഷൻ്റെ ഭാഗമാക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി വേറൊരു സൈഡ് പറയുകയാണെങ്കിൽ, ഇന്ന് എല്ലാ ഫീൽഡിലും എന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്? AI വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും ബേസിക് സംഭവം എന്ന് പറയുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്. ആ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ എവിടെ പഠിക്കും? +2 പഠിക്കും. ഓക്കെ, +2 പഠിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ യൂസ് ചെയ്യുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, പക്ഷെ അതിൻ്റെ ബേസ്, ഓർഡർ, അല്ലെങ്കിൽ എന്താ പറയുക, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻസിൽ യൂസ് ചെയ്യുന്നത് മൊത്തം ഈ പറയുന്ന മെട്രിസസ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ്, ലാംഗ്വേജ് മോഡൽസ്, ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ അവിടെയെല്ലാം മാത്സിൻ്റെ ആവശ്യമുണ്ട്. ഇനി വേറൊരു മിസ്റ്റേക്ക് കാണിച്ചു തരാം. അതായത് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കും, പക്ഷെ മാത്സ് എടുക്കില്ല. ഓക്കെ,
നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിന്റെ ഏത് മേഖലയിലോട്ട് പോകണമെങ്കിലും മാത്സിന്റെ ഗ്രിപ്പ് ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞു ബയോളജി ഹയർ ലെവലിൽ നിങ്ങൾ PG ലെവലിലോട്ട് പോകുമ്പോഴാണ് ആ പ്രശ്നം വരുള്ളൂ. പക്ഷെ എന്താ പറയുക, നമ്മുടെ UG ലെവലിൽ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്ത് ഇപ്പോൾ BTech കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ BCAയോ അതുപോലെ ഏതൊരു കോഴ്സ് കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഇതിന് ശേഷം +2 ശേഷം പഠിക്കുമ്പോഴോ അവിടെ മാത്സ് വളരെ ഇന്നെവിറ്റബിൾ ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ലാംഗ്വേജ് മോഡൽസ്, പൈത്തൺ ഓർ വാട്ടെവർ നിങ്ങൾ എന്താണോ പഠിക്കുന്നത് ഇതിലെല്ലാം മാത്സിന്റെ യൂസേജ് ഉണ്ട്. ആ മാത്സിന്റെ യൂസേജ് എങ്ങനെയാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് എവിഡൻ്റ്ലി മനസ്സിലാവില്ല, ജസ്റ്റ് പഠിക്കുന്ന സമയത്ത് മനസ്സിലാവില്ല. പക്ഷേ ഇതിന്റെ ഇന്നർ കോറിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അത് അവിടെ മാത്തമാറ്റിക്സ് ആണ്. ഇബിൻ സാർ ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ? യെസ് പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. യെസ് എന്താ പറയുക, എബിൻ സാർ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് എന്താന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ, അതുകൊണ്ട് ഓക്കെ. യെസ് ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പ്രോബബിലിറ്റി, യെസ് പ്രോബബിലിറ്റി ഞാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. സ്റ്റാറ്റ് ആൻഡ് പ്രോബബിലിറ്റി വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കരിയർ ചൂസ് ചെയ്തിട്ടില്ല, ഫിക്സ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഈ പറയുന്ന ഭാവിയിൽ IT റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റ് ചെയ്ത് മേഖലയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായും +1 +2 മാത്സ് ചൂസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് ഫീൽഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്സ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് മാത്സ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, അതുകൊണ്ട് മാത്സ് എടുക്കാത്തതാണ്. മാത്സ് അത്ര ഈസി അല്ല, അത്യാവശ്യം പഠിക്കാനുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ പറ്റുമെങ്കിൽ പഠിച്ചാൽ നല്ലതായിരിക്കും എന്ന് ഒരു സജഷൻ ഞാൻ പറയുന്നു. നിർബന്ധമല്ല പറയുന്നത്, സജഷനാണ്. ഓക്കെ, യെസ് കുഴപ്പമില്ല, നിങ്ങൾ ആലോചിച്ച് തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് മേക്ക് എ വൈസ് ഡിസിഷൻ. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ഇടയിൽ മിനയിലോട്ട് പോവാം. ഓക്കെ, മീന ഫാത്തിമ ഒരു ഡ്രോയിങ് എനിക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയിൽ ആ ചാറ്റിൽ കണ്ടു, പക്ഷെ എന്താ പറയുക, വീഡിയോ ക്വാളിറ്റി കുറച്ച് കുറവാണ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്കുള്ളത് കൊണ്ട് വേണം പോലെ. യെസ് പാടാ. യെസ് ഡിസ്പ്ലേ യെസ് എടാ, മീന വരച്ച ഒരു പെയിന്റിംഗ് ആണ് ഈ കാണുന്നത്. ഓക്കെ, എന്തോ സിമ്മട്രിക് ആയിട്ട് എന്തോ ഒരു സംഭവമാണല്ലേ, അല്ലേ? യെസ് എടാ മീന, അത് എന്താണ്? അതിലൊരു കുട്ടിയാണോ അത്? ഒരു പെൺകുട്ടിയാണ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എടാ ഈ പിക്ചറിന്റെ അർത്ഥം നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അല്ല, പിക്ചറിന്റെ പുറകിൽ നിന്ന് മാറുന്നില്ല എന്ന്. ഓക്കെ, എടാ മീന, ഈ പിക്ചറിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തന്നെ. നമ്മൾ വലിയ പെയിന്റിങ്സിനൊക്കെ പോകുമ്പോൾ, പെയിന്റിങ്സ് ഒക്കെ കാണാൻ പോകുമ്പോൾ അങ്ങനെയാണ് ഇതിന്റെ അർത്ഥം നമ്മുടെ എന്താ പറയാ, വരച്ച ആൾ ആർട്ടിസ്റ്റ് പറഞ്ഞുതരും. അതുപോലെ മീന നമുക്കത് പറഞ്ഞുതരും. മീന പറഞ്ഞാടാ. എടാ ഇതിന്റെ പുറകിൽ നിന്ന് മാറടാ, ഞങ്ങൾ കണ്ടോട്ടെ, മീനെ കണ്ടോട്ടെ, കുഴപ്പമില്ല. പറഞ്ഞോ. ഓക്കെ, ഗൂഗിളിന്റെ റെഫറൻസ് നോക്കി വരച്ചാണ് അല്ലേ? ഓക്കെ, എന്നാലും അതിൽ എന്തൊക്കെയോ അർത്ഥങ്ങൾ ഉള്ള പോലെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ അർത്ഥം ചോദിച്ചത്. കുറച്ച് ആർട്ടിസ്റ്റിക്കലായിരുന്നു. ആർട്ടിസ്റ്റിക് ചെയ്തത് മൊത്തം ഗൂഗിൾ ആയിരുന്നു അല്ലേ? ആയിക്കോട്ടെ, സാരമില്ല. എനിവേ ഗ്രേറ്റ്, സൂപ്പർ, അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്, കൊള്ളാം. ഓക്കെ, ഫേസ് റിവീൽ ഒന്നും അല്ലടാ, ഞാൻ ആളൊന്ന് കാണിച്ചതാ. ഓക്കെ, എനിവേ യെസ്, വേറൊരാളും കൂടെ പറഞ്ഞു. ഓക്കെ, എന്താണത്? എന്താടാ? ഓഫ് കോഴ്സ്, ആരാണത്? ഋഷിതേ. യെസ്, ഋഷിത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഫോട്ടോസ്. അല്ലേ ഋഷിതേ? ഞാൻ കുറെയൊക്കെ കണ്ടിരുന്നു. ഋഷിതേ വാടാ. ഓക്കെ, ഋഷിത് ആക്ച്വലി ഋഷിതിന്റെ സ്റ്റാറ്റസിലല്ല അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലല്ല ഞാൻ കണ്ടേക്കുന്നത്. ഇവിടെയുള്ള ഷാഡോ ടീച്ചേഴ്സ് ആരോ ഇട്ടതാണ് ഞാൻ കണ്ടേക്കുന്നത്. ഓക്കെ, ഋഷിതിന്റെ ഐഡിയ എൻ്റെ കയ്യിൽ ഇല്ല തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതുപോലെ ആരോ ഷെയർ ചെയ്തിട്ട് ഞാൻ കണ്ടിരുന്നു. ഓക്കെ, യെസ്. ഋഷിത് എവിടെ? സാധനം കാണിക്ക്. ഓക്കെ, ഹാഷിർ. യെസ്, സഞ്ജയ് സാറിൻ്റെ അത് ഹാഷിറാണ്. ഓക്കെ, പാടാട്ടില്ല, ഹാഷിറാണ്. യെസ്. എടാ നല്ല സിമിലാരിറ്റി ഉണ്ടല്ലേ, സൂപ്പറായിട്ടുണ്ടടാ, അടിപൊളിയായിട്ടുണ്ട്. ഓഫ് കോഴ്സ് എടാ, എന്താ പറയാ, പ്രോപ്പർ എടാ, സൂപ്പർ സാധനം, അടിപൊളി. ദേവരാജല്ലേ? എടാ പ്രോപ്പർലി കാണിക്ക്, കാണട്ടെ. എടാ കുറച്ചും കൊണ്ട് നിൽക്ക്. യെസ്. വാവ്, സൂപ്പർ. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല, ഇനിയുണ്ട്. ഇത് യെസ്, മറ്റേ യെസ് അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, കൊള്ളാം, കഴിഞ്ഞ. എടാ സൂപ്പർ, അടിപൊളി, പൊളി. യെസ്, ഗ്രേറ്റ് ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? യെസ്. എടാ ഇതൊക്കെ അവരെ മെൻഷൻ ചെയ്യണം, അവരൊക്കെ ചിലപ്പോൾ റിയാക്ട് ചെയ്തിരുന്നാ. ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ അവനോട്, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ.
ആ ദേവരാജ്. ആഹാ ആഹാ എടാ കണ്ടോ, ഇവൻ ഇന്റർനാഷണൽ ആണ്. നമ്മൾ വിചാരിച്ച പോലെയല്ല. അതായത് ഇവൻ എന്താ പറയാ, ഋഷിത് വരച്ച ആ ആൾക്കാരുണ്ടല്ലോ, അവരെ മെൻഷൻ ചെയ്തപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തു. അവര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു എന്നാണ് ഋഷിത് പറഞ്ഞത്. ആരാണ്? ദേവരാജാണ് അല്ലേ? യെസ്, ദേവരാജാണ് മെസ്സേജ് അയച്ചത്. വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി, കൊള്ളാം, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്, കൊള്ളാമടാ, കൊള്ളാം കൊള്ളാം, സൂപ്പർ സൂപ്പർ. ഓക്കെ, എന്താണല്ലേ, എന്താ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. എന്നാലും ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു സാധനം വരുന്നത് ഞാൻ വിചാരിച്ചില്ല. എനിവേ, സൂപ്പർ, ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കഴിവുകളും കൊണ്ടുവരാ, ഒരു രസമല്ലേ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പെക്ട് ചെയ്യാം അല്ലേ? സോ തുടങ്ങാം. കുറച്ച് കാര്യങ്ങളൂടെ ഒന്ന് പറയണം, കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് പോവാം. എനിക്ക് പുതിയൊരു ഏരിയ പറയണം. ഓക്കെ, അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ കാണാത്ത, ഈ +1 കണ്ടിട്ടുണ്ടാവും, +1 കാണുന്ന പുതിയൊരു കാര്യമാണ് മക്കളെ. ഞാൻ പറഞ്ഞു അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തിനാ കൊണ്ടുവന്നേ? നമുക്ക് ചുറ്റും 118ഓളം എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ, ഇപ്പൊ നിങ്ങൾക്കൊക്കെ റോൾ നമ്പർ തന്ന പോലെ, നിങ്ങൾ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്കെല്ലാം റോൾ നമ്പേഴ്സ് തന്ന പോലെ, ഈ പറയുന്ന 118ഓളം വരുന്ന എലമെന്റ്സിനെ, നമ്മുടെ ഭൂമിയിലുള്ള എലമെന്റ്സിനെ തിരിച്ചറിയാൻ, ഐഡന്റിഫൈ ചെയ്യാൻ, പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഈ അറ്റോമിക് നമ്പറിന്റെ ബേസിസിൽ ഈ 118 എലമെന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചാർട്ടായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ടേബിളായി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആ ടേബിളിനെയാണ് എന്തെന്ന് വിളിക്കുക? പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കുക. പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കുക. ദാ ഇതാണ് ആ പീരിയോഡിക് ടേബിൾ. പുതുതായി പഠിക്കുന്ന കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, +1 ഇതിനെപ്പറ്റി ഒരു ഏകദേശ ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. 3rd ചാപ്റ്റർ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് മെയിൻലി ഇത് നമ്മൾ പഠിക്കുക. ഓക്കെ, ഫുള്ള് പഠിക്കണ്ട, പേടിക്കണ്ട, ഫുള്ളൊന്നും പഠിക്കണ്ട, കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ബൈ. അപ്പൊ ഇതാണ് പീരിയോഡിക് ടേബിൾ മക്കളെ. ഈ പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെ എന്തുണ്ട്? കുറെ റോസ് ഉണ്ട്. ഇത് കണ്ടിട്ട് ബുക്ക് മൈ ഷോയുടെ ബുക്കിംഗ് ടേബിൾ ആണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, ഇടിയിട്ടും. അങ്ങനെയൊന്നുമല്ല. യെസ്, ഇതുപോലെ എത്ര റോസ് ഉണ്ട്? 1 2 3 4 5 6 7 7 റോസ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് ചോദ്യം വരാം. പോട്ടെ, അത് എന്താണെന്ന് ഞാൻ ചാപ്റ്റർ പറയുമ്പോൾ മനസ്സിലാവും. ഇതിൽ നിന്ന് കുറച്ച് ആൾക്കാർ പുറത്താക്കിയതാണ് ഇവന്മാര്. ഓക്കെ, അതുകൊണ്ട് ഇത് കൂട്ടണ്ട, ഇത് അവിടെ ഇരിക്കട്ടെ. എത്ര റോ ഉണ്ട്? 1 2 3 4 5 6 7 7 റോസ് ഉണ്ട്. ഈ 7 റോസിനെ വിളിക്കുന്ന പേരാണ്, 7 റോസിനെ വിളിക്കുന്ന പേരാണ് പീരീഡ്സ്. ഓക്കെ സാർ, ഒന്ന് ടച്ച് ചെയ്യാമോ? ഓക്കെ, 7 റോസ് ഉണ്ട്. ആ 7 റോസിനെയും വിളിക്കുന്ന പേരാണ്, ഓരോ റോയിനെയും വിളിക്കുന്ന പേരാണ് പീരീഡ്സ്. പീരീഡ്സ്, അയ്യോ. ഓക്കെ, യെസ്, പീരീഡ്സ്, കുഴപ്പമില്ല. യെസ്, ഞാൻ ഒന്നുകൂടെ എഴുതാം. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ അതായത് റോസ് ആണ് പീരീഡ്സ് കേട്ടോ. ഓക്കെ സാർ, യെസ്. ഇനി എത്ര കോളംസ് ഉണ്ട്? ദാ 1 2 കോളം എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ്, സോറി വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ് കോളംസ്. ഓക്കെ, എത്ര കോളം ഉണ്ട്? 1 2 3 കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരെ എത്തുമ്പോൾ 18 കോളംസ് ഉണ്ട്. ഈ 18 കോളംസിനെ വിളിക്കുന്ന പേരാണ്, 18 കോളംസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രൂപ്പ്സ്. 18 കോളംസിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക്സ്. അപ്പോൾ ഒരു പീരിയോഡിക് ടേബിളിൽ 7 റോസ് ഉണ്ട്, 7 ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസ് ഉണ്ട്. ആ റോസിനെ വിളിക്കുന്ന പേരാണ് പീരീഡ്. ഇനി വെർട്ടിക്കൽ ആയിട്ടുള്ള 18 കോളംസ് ഉണ്ട്. ആ 18 കോളംസിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്സ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ തരുതാം. ഇനി ഈ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ്. ദാ അറ്റോമിക് നമ്പർ 1, അറ്റോമിക് നമ്പർ 2, അറ്റോമിക് നമ്പർ 3 അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ബേസിസിലാണെന്ന്. ഓക്കെ, ഒന്നുകിൽ അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ബേസിസിലാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? അത് നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളൊന്നും എഴുതാം. മോഡേൺ പീരിയോഡിക് ടേബിൾ ഹാസ് 7 periods and 18 groups. Horizontal rows are called periods and vertical columns are called groups. Elements are arranged according to the electronic configuration. അറ്റോമിക് നമ്പറിന്റെ ബേസിസിൽ എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഞാൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. യെസ്, 3 കാര്യങ്ങൾ. ഇവിടെ തൊട്ട് സീരിയസ് ആണ്.
പുതിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. മൂന്നേ 3 പോയിന്റ്സ് വേഗം എഴുതി. കറണ്ട് പോയി തോന്നുന്നു. എടാ ഇപ്പം മഴയൊക്കെ പെയ്തു തുടങ്ങിയ? ഇവിടെ മാത്രമാണോ? അവിടെയൊക്കെ മഴ പെയ്തെങ്കിൽ തന്നെ നമ്മുടെ അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് സുഖമാണ്, കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. യെസ്, എനിക്ക് നല്ല സന്തോഷമുണ്ട്. കുറഞ്ഞു സാറിനോ? അതായത് മഴ കുറഞ്ഞു എന്നാണോ? എഴുതി കഴിഞ്ഞു എന്നാണോ? ഓക്കെ. അബ്രോഡ് മഴ ഉണ്ടാവില്ലല്ലോ. പക്ഷെ അബ്രോഡ് ഒരിടയ്ക്ക് മഴ പെയ്തിരുന്നു. ആ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് മഴ പെയ്തിരുന്നു. മഴ പെയ്ത വെള്ളക്കെട്ടൊക്കെ ആയിരുന്നു. അതെ, യുദ്ധം ഒരു സൈഡിൽ മിസൈൽ വീഴുന്നു, ഒരു സൈഡിൽ വെള്ളപ്പൊക്കവും വരുന്നു. നല്ല രസമായിരുന്നു. ഷാർജ അബുദാബി ഭാഗത്തുണ്ടായിരുന്ന ആൾക്കാർക്ക്. ഷാർജ ഹെവി റെയിനായിട്ട് കറണ്ട് പോയിരുന്നു. യെസ്, അവിടെ റയറാണല്ലോ. പക്ഷെ നമുക്കിവിടെ കാറ്റടിച്ചാൽ കറണ്ട് പോകുന്നതുകൊണ്ട് നമുക്കത് എന്തല്ല, പുതിയ കാര്യമല്ല. യെസ്, ഓക്കെ. എടാ കഴിഞ്ഞു, എഴുതി കഴിഞ്ഞെങ്കിൽ എല്ലാവരും യെസ് കഴിഞ്ഞു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ടോപ്പിക് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, കുഴപ്പമില്ല. യെസ് മക്കളെ, ഈ പറഞ്ഞ പീരിയോഡിക് ടേബിളിലെ എന്താ എത്ര എലമെന്റ്സ്? 118 എലമെന്റ്സ് ഉണ്ട്. ഈ 118 എലമെന്റ്സും ബൈഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അത് പഠിക്കും വേണ്ട. എനിക്കാകെ 30 എലമെന്റ്സ് അറിയുള്ളൂ. പക്ഷെ നിങ്ങൾ 30 പഠിക്കേണ്ട, ആദ്യത്തെ 20 എലമെന്റ്സ് അറിഞ്ഞിരിക്കണം. ഇതാണ് ആദ്യത്തെ 20 എലമെന്റ്സ്. ആദ്യത്തെ 20 എലമെന്റ്സ് അറിഞ്ഞിരിക്കണം. അറിയാമെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സിൽ തുടക്കത്തിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അതേ കഥ തന്നെ വീണ്ടും പറയുന്നു. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ 20 എലമെന്റ്സ് ഒന്ന് പഠിക്കാം. അതിന് ഞാൻ ചെറിയൊരു ന്യൂമോണിക്, ചെറിയൊരു കോഡ് തരാം. അത് വെച്ച് പഠിക്കാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, സോ അതിതാണ്. ഹായ്, ഹലോ, ലിസൺ BBC News. BBC News on Friday night. ഓക്കെ, ഇതാണ് എൻ്റെ ന്യൂമോണിക്. ഹായ് കണ്ടില്ലേ? യെസ് മക്കളെ, നാളത്തെ ക്ലാസ് മാത്സ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്ക് ചെറിയൊരു എക്സാം ഉണ്ടാവും കേട്ടോ. ഓക്കെ, സോ സാർ ഇതൊന്ന് അറേഞ്ച് ചെയ്യാവോ? യെസ്, ഓക്കെ. ഹായ്, ഹലോ, ലിസൺ BBC ന്യൂസ്. BBC-യിലെ ആദ്യത്തെ BE ആണ് കേട്ടോ. BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. ഇതാണ് എൻ്റെ ന്യൂമോണിക്. ഇത് വെച്ചുകൊണ്ട് ആദ്യത്തെ 10 എലമെന്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ അതില് ഹായിലെ H4 ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ആണ്. അറ്റോമിക് നമ്പർ 1 ആണ്. ഓക്കെ, ദെൻ ഹെലോ മീൻസ് He, ദാറ്റ് ഈസ് ഹീലിയം ആണ്. Atomic number 2. And next one, yes. മുമ്പ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വീണ്ടും റിപ്പീറ്റേഷൻ ആണ്. ഓക്കെ, യെസ്. ലിസണിലെ Li for lithium, atomic number 3. And next one is Be for beryllium. Denote ചെയ്യുന്ന സിമ്പൽ Be ആണ്. Beryllium, atomic number 4. And B for boron, atomic number 5. And C for
carbon, C for carbon, atomic number 6, and N for nitrogen, N for nitrogen, ന്യൂസിലെ N എടുക്കുക, N for nitrogen, atomic number 7, and ഓണിലെ O for oxygen, oxygen, atomic number 8, and F for fluorine, fluorine, atomic number 9, and last one N for neon, N for neon, atomic number 10. ഫസ്റ്റ് 10 എലമെന്റ്സ് കിട്ടി. ഓക്കെ, ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഇതാണ് എൻ്റെ ന്യൂമോണിക്. ഹായ് ഹലോ ലിസൺ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒന്ന് സ്വയം ഒന്ന് പറഞ്ഞേ. ഹായ് ഹലോ ലിസൺ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. ഒന്ന് പറ. യെസ്, ചുണ്ടനങ്ങുന്ന എനിക്കൊന്ന് കാണണം. ഓക്കെ, ഹായ് ഹലോ ലിസൺ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. ഹായ് ഹലോ ലിസൺ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. ഓക്കെ, നിങ്ങൾ ന്യൂമോണിക് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷെ ആദ്യത്തെ 10 എലമെന്റ്സും അവരുടെ സിമ്പലും അവരുടെ അറ്റോമിക് നമ്പറും അറിയണം. ഓക്കെ, ഞാൻ കാർബൺ എന്ന് ചോദിച്ചാൽ കാർബണിന്റെ സിമ്പൽ C ആണ്, അതിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. ഇത്രയും കാര്യങ്ങൾ അറിയണം. കുഴപ്പമില്ലല്ലോ. യെസ്, ടുഡേ ഈസ് ഫ്രൈഡേ നൈറ്റ്. ഓക്കേടാ, BBC ന്യൂസ് പോയി കാണണ്ട, വെറുതെ പറഞ്ഞതാ. ഓക്കെ, യെസ്, അപ്പൊ വായോ തുടങ്ങാം. യെസ്, ഒരാളെ വിളിച്ചേ. പേര് ആൽവിന. യെസ് ആൽവിന, പറഞ്ഞോടാ, പറഞ്ഞു. 10 എലമെന്റ്സും ഓർഡറിൽ പറഞ്ഞു. എന്താടാ? ബാക്കി 10 തരാം. ആദ്യത്തെ 10 കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, യെസ്, പറഞ്ഞോ. ആദ്യത്തെ 10 എലമെന്റ്സ്. യെസ്, ഒരു ഓർഡറിൽ പറഞ്ഞു. യാ ഫൈൻ. ഒന്ന് ന്യൂമോണിക് വേണ്ട, എനിക്ക് കണ്ടന്റ് കിട്ടിയാൽ മതി. പറഞ്ഞു. ഹൈഡ്രജൻ, ഇതിൽ നോക്കാതെ പറയണേ. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ. വെരി ഗുഡ്. യെസ്, 10 എണ്ണമായി. യെസ്, വേറൊരാള്. നെക്സ്റ്റ് വൺ, അടുത്തൊരാൾ. ജോ. എടാ ജോ, നേരത്തെ കേൾക്കാത്ത ജോ. യെസ്, മൈക്ക് എടുത്ത് വന്നവൻ. യെസ്, ഇപ്പൊ അവന്റെ ഒച്ച അടിപൊളിയായിട്ട് കേൾക്കാം. അടിപൊളി. അപ്പൊ അവൻ മുങ്ങിയതാണ് മക്കളെ, ഉറപ്പിച്ചു, ഫിക്സ്ഡ്. ഓക്കെ, യെസ്, ജോ മോനെ പറയടാ. സാരമില്ല, ഞാൻ ക്ഷമിച്ചു. പറ, ഇത് പറ. പറഞ്ഞു. അവൻ പ്രോ ആണ് മക്കളെ. യെസ്, അവൻ വേഗം പറഞ്ഞു. ഓക്കെ, അടുത്ത ആള്. ഓക്കെ, നെക്സ്റ്റ് വൺ. കാർത്തികേ പറയടാ. കാർത്തികേ പറ. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, പറഞ്ഞോ. ആൽബിനെ പറയടാ. ആൽബിൻ. യെസ്, സെറ്റ് കിട്ടിയില്ലേ മക്കളെ? 10 എലമെന്റ്സും കയ്യിലായില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ ആണെങ്കിൽ ദാ ന്യൂമോണിക് പഠിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നമ്മൾ +1 തൊട്ട് കുറെ ന്യൂമോണിക്സ് ഒക്കെ പഠിച്ചു വെക്കേണ്ടി വരും. ഓർമ്മയിൽ നിൽക്കണ്ടേ, കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഓക്കെ, അതുകൊണ്ട് 10 എലമെന്റ്സിന്റെ ന്യൂമോണിക് ഞാൻ തന്നു. ബാക്കി 10 കൂടെ നമുക്ക് പറയാം. അത് കഴിഞ്ഞൊന്ന് വൈൻഡപ്പ് ചെയ്യാം. യെസ്, ഇത് എഴുതി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എഴുതിയല്ലോ അല്ലേ? യെസ്. എടാ, സോങ് അല്ലേ കുറച്ചുകൂടെ ഈസി. അത് ഓരോരുത്തരുടെയും മെമ്മറി കപ്പാസിറ്റി ഡിഫറെന്റ് ആണ്. ചിലവർക്ക് എന്താ പറയാ സോങ് പോലെ പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് എന്താ പറയാ പിക്ചറൈസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് വേറെ എന്തെങ്കിലും കോഡ് വെച്ച് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. നിങ്ങളുടെ ഐഡിയ ആണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, പാടി തരാന്നൊക്കെ പറയുന്നുണ്ട്. യെസ്, ലോറൻസേ പറഞ്ഞോടാ. പാട്ട് ഏതാ നോക്കട്ടെ? 20 വരെ കിട്ടൂ. ഓക്കെ ഓക്കെ, പാടിക്കോ. യെസ്, പഠിച്ചത് പഠിക്കോ. ഓക്കെ, ഇത് അതെയോ? അല്ല, സോറി, മാഗ്നീഷ്യം വരെ ഞാൻ കിട്ടും. ബാക്കി സോഡിയം, മാഗ്നീഷ്യം, ദെൻ നോട്ടായി പോയി. ഓക്കെ, എടാ മാഗ്നീഷ്യം വരെ എല്ലാ എലമെന്റ്സിന്റെ ഉണ്ട്. ഓക്കെ, നല്ലതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മക്കളെ 20 വരെ മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് കമ്പൽസറി ആണ്. 30 വരെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ പഠിച്ചോട്ടോ. ഇതുപോലെ കുറെ ട്രിക്സ് ഉണ്ട് എന്ന് പറയുന്നു.
ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇതൊന്നും കണ്ടില്ല. യെസ്, എനിക്കതൊന്നും വരാറില്ല, എന്ത് ചെയ്യാം? ഓക്കെ, യെസ്. എനിവേ പഠിക്കുന്ന കുട്ടികൾ അതുപോലെ ഓരോന്നൊക്കെ കാണും. ഓക്കെ, ഈശ്വര, സയൻസ് ടീച്ചറായിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് വിഷമം എനിക്കുണ്ട്. പോട്ടെ, സാരമില്ല, നിങ്ങൾ എന്നേക്കാൾ സ്കോർ ചെയ്തു, ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. ബാക്കി 10 എലമെന്റ്സിന്റെ ഞാൻ ഉണ്ടാക്കിയതല്ല, ഇതുപോലെ ഞാൻ യൂട്യൂബിൽ നിന്ന് അടിച്ചു മാറ്റിയ ഒരു നിമോണിക് ഞാൻ തരാം. യെസ്, അതുകൂടെ പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യെസ്, സോ അത് ഇതാണ്. നോട്ടി magician always sings perfect song in class arts makes people crazy. ഓക്കെ, ഇതാണ് എൻ്റെ കോഡ്. അയ്യോ, ക്രേസി കണ്ടില്ലേ? യെസ്, ക്രേസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, യെസ്. ഓക്കെ, വാടാ. നോട്ടിയിലെ എണ്ണ എടുക്കാം. Na4 സോഡിയമാണ്. എണ്ണയാണ് അതിൻ്റെ സിമ്പൽ. അറ്റോമിക് നമ്പർ 11 ആണ്. ഓക്കെ, യെസ്. ദെൻ അടുത്തത് മജീഷ്യനിലെ Mg എടുക്കുക. Mg4 മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12 ആണ്. ദെൻ ഓൾവേസിലെ Al നമുക്ക് എടുക്കാം. Al4 അലൂമിനിയം അറ്റോമിക് നമ്പർ 13 ആണ്. യെസ്, തെളിയുന്നില്ല. അറ്റോമിക് നമ്പർ 13 ആണ്. യെസ്, ഓക്കെ. ദെൻ സിങ്സിലെ Si നമുക്ക് എടുക്കാം. Si4 സിലിക്കൺ അറ്റോമിക് നമ്പർ 14 ആണ്. ദെൻ പെർഫെക്റ്റിലെ P4 ഫോസ്ഫറസ് അറ്റോമിക് നമ്പർ 15 ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് S4 സൾഫർ അറ്റോമിക് നമ്പർ 16 ആണ്. ദെൻ നെക്സ്റ്റ് വൺ ക്ലാസ്സിലെ Cl എടുക്കുക. Cl4 ക്ലോറിൻ അറ്റോമിക് നമ്പർ 17 ആണ്. ആൻഡ് ആർട്സിലെ Ar നമുക്ക് എടുക്കാം. Ar4 ആർഗൺ അറ്റോമിക് നമ്പർ 18 ആണ്. ആൻഡ് പീപ്പിൾ, മക്കളെ, പീപ്പിളിലെ P4 പൊട്ടാസ്യം ആണ്. പക്ഷെ പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ K ആണ്. സോ പൊട്ടാസ്യം ദാറ്റ് ഈസ് 19 ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഞാൻ താഴെ എഴുതണ്ടേ, കാണാത്തത് കൊണ്ട്. ക്രേസിയിലെ Ca എടുക്കാം. Ca ആണ് സിമ്പിൾ. കാണാവോ? ഇല്ല. Ca4 കാൽഷ്യം. ഓക്കെ, വേണ്ട, കുഴപ്പമില്ല. കാൽഷ്യം Ca4 കാൽഷ്യം അറ്റോമിക് നമ്പർ 20 ആണ്. കഴിഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റ. യെസ്, നോട്ടി മജീഷ്യൻ ഓൾവേസ് സിങ്സ് പെർഫെക്റ്റ് സോങ് ഇൻ ക്ലാസ് ആർട്സ് മേക്സ് പീപ്പിൾ ക്രേസി. അത് ഞാൻ ഈ പറഞ്ഞ ഓർഡറിൽ എഴുതി നോക്കണം കേട്ടോ. ഓക്കെ, യെസ്. Naughty magician always sings perfect song in class arts make people crazy. Sodium, magnesium, aluminum, silicon, phosphorus, sulfur, chlorine, argon, potassium, calcium. Okay, 20 പേര്. സോഡിയം, മെഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം എഴുതി വെച്ചു. വേറെ വേറെ കോഡുകൾ പറയുന്നുണ്ട്. ഫൈറ്റ് ചെയ്തു നടുവടിച്ചു നോക്ക്. ഈശ്വരാ, യെസ്, നിങ്ങൾക്ക് ന്യൂമോണിക് പഠിച്ചു വെക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കും. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: അറ്റോമിക് നമ്പർ 15 എലമെന്റിന്റെ പേര്, അല്ലെങ്കിൽ എലമെന്റിന്റെ പേര് ഞാൻ പറയും. ആർഗൺ, അതിന്റെ അറ്റോമിക് നമ്പർ, അതിന്റെ സിമ്പൽ, ഈ രീതിയിൽ അറിയണം. എവിടെ വരെ? 20 വരെ അറ്റോമിക് നമ്പറും സിമ്പലും അറിഞ്ഞിരിക്കണം കേട്ടോ. ന്യൂമോണിക് പഠിക്കണം എന്ന് നിർബന്ധമില്ല. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പാട്ട് പോലെ പഠിക്കാം, അല്ലെങ്കിൽ വാട്ടവർ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. യെസ്, ഇതിലേക്കാൾ നല്ല
എന്താ പറയുക, ന്യൂമോണിക്കും പാട്ടുകളും എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ എന്തായാലും ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് എനിവേ നിങ്ങൾ പഠിച്ചു വെക്കണം 20 വരെ കേട്ടോ. യെസ്, നമ്മുടെ ടൈമായി. ഓക്കെ, ഇതൊന്ന് എഴുതി കഴിയട്ടെ എന്നിട്ട് വിടാം കേട്ടോ. ഇന്ന് എക്സാം ഇല്ല കേട്ടോ. ഇത് കഴിഞ്ഞാൽ പോവാം. പക്ഷേ അടുത്ത ക്ലാസ്സിൽ എക്സാം ഉണ്ടാവേ. ഇതുവരെ എടുത്ത ടോപ്പിക്സ് റിലേറ്റ് ചെയ്തൊരു എക്സാം ഉണ്ടാവേ. യെസ് എടാ, അങ്ങനെ ആയാലും എടുത്തോ, കുഴപ്പമില്ല ഡോണേ, പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം. യെസ്, എഴുതിയെടുത്തായിരുന്നോ? എഴുതി കഴിഞ്ഞെങ്കിൽ ടാറ്റാന്നേ. യെസ്, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതുപോലെ 20 എലമെന്റ്സ് ചോദിക്കും. അതായിരിക്കും നമ്മുടെ എൻ്റെ ഫസ്റ്റത്തെ സെഷൻ കേട്ടോ. ഓക്കെ, ആദ്യത്തെ 20 എലമെന്റ്സ് പഠിച്ചു വെക്കുക. ഞാൻ ഇങ്ങനെ ഒരു റാപ്പിഡ് ഫയർ പോലെ സിലിക്കൺ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ പറയണം, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ 16 എന്ന് പറഞ്ഞാൽ സൾഫർ എന്ന് തിരിച്ചു പറയണം. സിമ്പിൾ ചോദിച്ചാൽ സിമ്പിൾ പറയാനും പറ്റണം. ഇവിടെ വരെ 20 വരെ നിർബന്ധമായും പഠിക്കണം. 30 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. ഫ്രീ ടൈം ആണ്, ഫ്രീ ആയിട്ടിരിക്കുവാണ്. 30 വരെ പഠിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. 30 വരെ പഠിച്ചു വെക്കാൻ പറ്റിയാൽ അത് പ്ലസ് ടുവിലോട്ടും ഗുണം ചെയ്യും. ഓക്കെ, പ്ലസ് ടുവിൽ എത്തുമ്പോൾ നമ്മൾ 30 വരെ പഠിക്കണം, നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ സെറ്റല്ലേ? സെറ്റ് ആണെങ്കിൽ എൻ്റെ മക്കൾ നല്ലൊരു ടാറ്റ തന്നേ, കൈയൊക്കെ വീശിയൊരു ടാറ്റ തന്നേ. യെസ്, പവറാണ്, എനർജറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, വണക്കം, ടാറ്റ.